എന്താണ് വഖഫ്? എന്നു മുതലാണ് അത് തുടങ്ങിയത്? വഖഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ഈ എപ്പിസോഡ്. ദിസ് പോഡ്കാസ്റ്റ് ഈസ് എ കോൺവെർസേഷൻ വിത്ത് പ്രൊഫസർ അബ്ദുള്ള കൊട്ടപ്പള്ളി. അദ്ദേഹം ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ ഇൻഡോ അറബ് കൾച്ചറിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ പോഡ്കാസ്റ്റ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വഖഫിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ പറയാറുണ്ട്, അതായത് ഒരു പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്. ഇപ്പം നമ്മളൊന്നും വഖഫിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കാത്ത മനുഷ്യന്മാരായിരുന്നു. പക്ഷേ ഈ ഒരു വളരെ കുറഞ്ഞ കാലയളവിലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര രസമായി തോന്നിയ സാധനം എന്താ വെച്ചാൽ, ഇപ്പോൾ വഖഫിനെ കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറേ ഡാറ്റകളുണ്ട്. അതായത് ഖുർആനിൽ വഖഫ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല, ഖുർആനിൽ വഖഫിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ഖുർആന് വഖഫിനെ അതിനെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പല നിലക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ബേസിക് എല്ലാം അതിൻ്റെ ബേസിസ് ചെന്നെത്തുന്നത് ഇൻഫാക്കിലാണ്. അതായത് സ്വതക്ക അല്ലെങ്കിൽ സക്കാത്ത് ചെലവഴിക്കുന്ന ആ ഒരു പ്രവണത ഇസ്ലാം എങ്ങനെ മുന്നോട്ട് വെക്കുന്നുള്ള കുറേ കഥകൾ, കുറേ ആയത്തുകൾ, 20ഓളം ആയത്തുകൾ ഇൻഫാക്കിനെ കുറിച്ചും സ്വതക്കനെ കുറിച്ചും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിക്കും അതാണല്ലോ ഈ എല്ലാത്തിൻ്റെ ബേസിസ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു സ്വതക്ക എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിലാണല്ലോ ഇപ്പോൾ ഈ അബൂ ത്വൽഹ റളിയല്ലാഹുവിൻ്റെ കഥ. ഈ അബൂ ത്വൽഹ റളിയല്ലാഹു ഈ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ ആ ആയത്ത് ഇറങ്ങിയപ്പോൾ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട്, അതായത് ആയത്ത് എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുമ്പോഴാണ് അതിൽ ബിർറ് ഉണ്ടാവുക, നന്മ ഉണ്ടാവുക, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് അതാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ അബൂ ത്വൽഹ റസൂലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയണം, റസൂലെ എനിക്കൊരു തോട്ടമുണ്ട്, ബൈറഹ എന്നാണ് ആ തോട്ടത്തിൻ്റെ പേര്, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്ന ഹബ്ബ് മാലിയിലെ ഈ ബൈറഹയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പള്ളീൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു തോട്ടമാണ്. അപ്പോൾ ഈ തോട്ടം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ അത് സ്വതക്കായിട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ റസൂൽ ഇങ്ങനെ സ്വതക്ക സ്വീകരിക്കുമ്പോൾ റസൂൽ ഒരു ടൈപ്പ് ഓഫ് സംയമനവും അതിൻ്റെ ബാക്ക് സ്റ്റോറി ഒക്കെ നോക്കും. അതായത് ഈ സാധനം മൊത്തം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവന്റെ വലിയൊരു തോട്ടാണ്, വലിയ തോട്ടാണ് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ സ്വതക്ക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറയുന്നുണ്ട് ബഹിൻ ദാക്കമാലുൻ റബേ, ഭയങ്കര ഇത് ഭയങ്കര സംഭവമാണല്ലോടാ, ഇത് ചില്ലറ ആദായമല്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ റസൂൽ എന്നിട്ട് അത് നോക്കിയിട്ട് പറയണം. അപ്പോൾ അബൂ ത്വൽഹ പറഞ്ഞാൽ മദീനയിലെ ഏറ്റവും അത്യാവശ്യം വലിയ കർഷകനാണ്. എന്നിട്ട് അവസാനം റസൂല് അബൂ ത്വൽഹ അങ്ങനെയും നിന്നപ്പോൾ റസൂല് അത് എൻ്റെ അക്രിബകൾക്ക്, കുടുംബങ്ങൾക്ക് അത് വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണം. അങ്ങനെ അത്രയും ഒരുപാട് സന്ദർഭങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതായത് മുസ്ലിങ്ങളുടെ ജീവിതം തന്നെ ഒരു സ്വതക്കയുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. അവരുടെ ജീവിതത്തിൽ ദിവസങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ചകൾ വളരെയധികം സ്വതക്ക നൽകാൻ പ്രേരിപ്പിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ അവരുടെ ആഘോഷങ്ങളിലൊക്കെ ഇത് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സ്വഹാബാക്കളുടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയുടെ പ്രവാചകരുടെ ജീവിതം തന്നെ എടുത്തു നോക്കുമ്പോൾ മരിക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഒന്നുമില്ലായിരുന്നു, ഒക്കെ സ്വതക്ക ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. സ്വഹാബാക്കളുടെ ജീവിതവും ഏകദേശം എല്ലാ സാധനങ്ങളും സ്വതക്ക ചെയ്യുന്നതായിട്ടാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അതേപോലെ ഓരോ സ്വഹാബാക്കളും, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് നമുക്ക് ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ചരിത്രം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഈ കിണർ വാങ്ങുകയാണ്. എന്നിട്ട് ആളുകൾക്ക് ഇത് ഫ്രീ ആയിട്ട് ആലോചിച്ച് നോക്കി, ജീവിതകാലം ആ കിണർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വേറൊരു കഥയുണ്ട്. ഇപ്രാവശ്യം മദീനയിൽ വമ്പ വരൾച്ച അപ്പോൾ ആരടുത്തും സമ്പത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന് വലിയൊരു കച്ചവടം കഴിഞ്ഞിട്ട് വരികയാണ്. അതൊക്കെ ഇങ്ങനെ സിറിയയിലും മറ്റിടത്തൊക്കെ പോയിട്ടാണല്ലോ കച്ചവടം. അപ്പം അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു വരുന്ന സമയത്ത് അടുത്ത് മദീനത്തെ കച്ചവടക്കാര് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുത്ത് ഓടുകയാണ്, ചോദിക്കണ്ടേ ഞാൻ 1 ദീനാറിന് പകരം 2 ദീനാർ തരാം, മറ്റാൾ പറയുന്നത് 5 ദീനാർ തരാം. ഇങ്ങനെ ഇരട്ടി കാരണം വെച്ചാൽ ഇവർക്ക് ഭയങ്കര ലാഭമാണ്. ഇപ്പൊ ഉസ്മാൻ റളിയല്ലാഹു പറയുന്നത് ഇതൊന്നും എനിക്ക് പോരാ, എനിക്ക് ഇതിനായിട്ട് ലാഭം തരുന്ന ഒരാളുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾ അറിയാത്ത കച്ചവടക്കാരാരുള്ളത് പറയും, ഇത് അള്ളാഹു എനിക്ക് ഇതിനായിട്ട് എത്രയോ ഇരട്ടി എനിക്കിത് തരുന്നത്, എന്നിട്ട് മദീനയിലെ എല്ലാ ആളുകൾക്കും ഇത് വീതം വെക്കുകയാണ്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു എനിക്ക് ഇങ്ങനെ സ്വതക്കായിട്ട് ജീവിതത്തിൽ കൊണ്ടുവന്ന വരൾച്ചന്റെ സമയമാണ്, ഏറ്റവും കൂടുതൽ സാധനത്തിന് ഡിമാൻഡുള്ള സമയമാണ്. അപ്പൊ എന്ത് ചെയ്യാ, എനിക്ക് സ്വതക്ക കൊടുക്കാം, ആ ഒരു ടൈപ്പ് ഓഫ് മെന്റാലിറ്റി അതാണ്. അതായത് ഇസ്ലാമില് മുതലിനെ കുറിച്ച്, പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ആണ് ഇതിന്റെ ഒക്കെ ഉടമ എന്നുള്ളതാണ്.
മാലിക് എന്ന് പറയുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെത് അത് നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു തൽക്കാലത്തേക്ക് ഏൽപ്പിക്കുന്ന ഒരു പ്രതിനിധി മാത്രമാണ് ambassador. യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന നമ്മളുടെ ഉടമസ്ഥത എന്നുള്ളതാണ് ഇസ്ലാം മനസ്സിലാക്കുന്നത്. അതിനാൽ തന്നെ വിശ്വാസികൾ എല്ലാ കാലത്തും പ്രവാചക കാലഘട്ടം എല്ലാ കാലത്തും എന്തൊക്കെയുണ്ട്, അവരുടെ ജീവിതത്തിന്റെ ഒരു നിത്യഭാഗമായിട്ടാണ് സദക്കയെ കാണുന്നത്. അതിൽ സദക്ക തന്നെ സദക്കയുടെ നിർബന്ധിത രൂപത്തെയാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് എന്താകുന്നത്, ഒരാളുടെ മുതൽ എന്താകുന്നത്, അത് സംസ്കരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ അതിനെ സക്കാത്ത് എന്ന് പറയുന്നത്. എന്നാൽ നിർബന്ധിതമല്ലാത്ത സദക്കകളും എന്തുണ്ട്, ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ എന്തുണ്ട് നിർബന്ധമല്ലാത്ത, അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു 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 പിന്നെ അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ മറ്റേത് ചടങ്ങാവട്ടെ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നമ്മൾ കയറുമ്പോൾ, നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ എന്താക്കും, ഒരാളുകളെ വിളിച്ച് എന്താക്കും, ഒരു സദക്ക എന്തെങ്കിലും കൊടുക്കും. അതായത് നമ്മളുടെ പെരുന്നാൾ ആലോചിച്ച് പോകും. നമ്മൾ പെരുന്നാൾക്ക് എന്തെങ്കിലും ഒരു ദാനം ചെയ്താലല്ലാതെ അതൊരു പെരുന്നാൾ ആവുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളിലൊന്ന് പെരുന്നാളായിരിക്കും. കാരണം നമ്മളുടെ സന്തോഷം അതുപോലെ തന്നെ സങ്കടവും ഒക്കെ എന്താണ്, ദാനവുമായിട്ട് ചേർന്ന് മത്സരിക്കുക. ഇത് റസൂല് പഠിപ്പിച്ച് തന്നിട്ടുള്ള ഒരു സംസ്കാരമാണ്. അതായത് റസൂല് നോമ്പില് എന്താവുന്നു, കാറ്റാവും എന്ന് പറയുന്നില്ലേ, അതായത് അങ്ങനെ അത്രത്തോളം വിശാല ഹൃദയനായിട്ട് എന്താക്കും, എന്റെ ഫക്കീർ, അതായത് എന്റെ ദാരിദ്ര്യം എന്റെ അഭിമാനമാണ് എന്നാണ് റസൂല് പറയുന്നത്. ദാരിദ്ര്യത്തെ അതായത് അള്ളാഹുവാണ് തരുന്നവൻ എന്നുള്ള അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമ എന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മനസ്സിലാക്കലിൽ നിന്നാണ് ഈ ഒരു വിശാലമായിട്ടുള്ള ദാനം എന്നുള്ള ഒരു സങ്കല്പം ഇസ്ലാമിൽ നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ ഇൻഫാക്ക് അല്ലെങ്കിൽ സ്വതക്ക കൊടുക്കുക എന്നുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പോഴും നമുക്ക് ഇതിൽ വഖഫ് എന്നുള്ള സാധനം കാണാൻ കഴിയും. ഇപ്പോൾ വഖഫ് എന്ന് പറഞ്ഞാൽ സ്വതക്കന്റെ ഒരു രൂപമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇസ്ലാമില് പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്നെ വളരെ ഇസ്ലാമിക ശരീഅത്തിന്റെ അതിന്റെ വിശാലമായിട്ടുള്ള ഒരു രൂപപ്പെടൽ സംഭവിക്കുന്നത് ഖിലാഫത്തിന് ശേഷം, അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്. അതായത് മദ്ഹബുകൾ ഉണ്ടാവുന്നത്, ഇതൊക്കെ വിശാലമായിട്ട് അതിനെ ക്രോഡീകരിക്കപ്പെടുന്നതും ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടുന്നതും കുറച്ച് കാലത്തിന് ശേഷമാണ്. അതിനാൽ ഇസ്ലാമിന്റെ ചാരിറ്റി അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഇൻഫാക്ക് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടായിട്ടുള്ള ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് സദക്കയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള, അതായത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു ഫോമാണ് എന്ത്, വഖഫ് എന്നത്. അതിനാൽ വഖഫിനെ നിങ്ങൾക്ക് ഖുർആനിൽ കാണണമെങ്കിൽ എന്താക്കിയാൽ മതി, സദക്ക നോക്കിയാൽ മതി. വഖഫിനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സദക്ക മനസ്സിലാക്കിയാൽ മതി. അതായത് സദക്കയുടെ ഒരു സ്ഥാപനവൽകൃത ഫോമാണ് എന്ത്, വഖഫ് എന്ന് പറയുന്നത്. അത് സദക്കത്തു ജാരി എന്താകാണ്, അതൊരു ലീഗൽ ഫോമായിട്ട് മാറുന്നതാണ് എന്ത്, വഖഫ് എന്ന് പറയുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യാണ് ചില ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പർട്ടീനെ എന്താക്കാണ്, വഖഫ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാണെന്ന്, അതിനെ തടഞ്ഞു നിർത്തി വെക്കുകയാണ്. അതിനെന്താക്കാണ്, പ്രൊപ്പച്ചേറ്റി, അതായത് എന്നേക്കും എന്താക്കാണ്, ആ ഒരു സദക്കയുടെ നീയത്തിന് എന്താക്കുക, നിലനിർത്തുകയും അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരം കിട്ടുക എന്നുള്ളതാണ് എന്ത്, വഖഫിന്റെ ഉദ്ദേശം. ഇതെന്നാ ഇപ്പൊ തുടങ്ങുന്നത്? ലൈക്ക് അത് റസൂലിന്റെ കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നതായിട്ട് പല സന്ദർഭങ്ങളിൽ പല ഹദീസുകളിൽ അങ്ങനെ പല സാഹചര്യങ്ങൾ കാണാം. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഹൈബറിലെ പ്രോപ്പർട്ടി അത് എങ്ങനെ അത് വിനിയോഗിക്കണമെന്ന് റസൂല് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ഹദീസാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു നിയമ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആശ്രയിക്കപ്പെട്ടുള്ളത്. പിന്നെ ഖുബാന്റെ ഒക്കെ പറയില്ലേ, മസ്ജിദ് അങ്ങനെ ഒരുപാട്, അതായത് പ്രവാചക പത്നിമാരുടെ വഖഫുകളും അങ്ങനെയുള്ള ചരിത്രങ്ങളും ഒക്കെ പല ഹദീസുകളിൽ കാണാം. എന്നാലും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൈബറിലുള്ള പ്രോപ്പർട്ടിയുമായിട്ടാണ് അതിന്റെ നിയമം. കാരണം അവിടെ റസൂൽ പറയുന്നുണ്ട്, എന്താക്കുക, നിങ്ങൾ ഇതിന്റെ ഐനിനെ എന്താക്കുക, തടഞ്ഞു നിർത്തുകയും എന്താക്കുക, അതിന്റെ കോർപ്പസ്, അതിന്റെ ഒരു തടി ഉണ്ടല്ലോ, ആ തടി, അതായത് ഭൂമിയാണെങ്കിൽ ആ ഭൂമിയെ തടഞ്ഞു നിർത്തുകയും അതിന്റെ മൻഫഅ്, അതായത് അവിടുന്ന് ഇപ്പോൾ ഒരുപാട് ഫലങ്ങൾ കിട്ടൂലേ, കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഒരുപാട് മറ്റ് ധാന്യങ്ങൾ കിട്ടില്ലേ, അപ്പോൾ അതൊക്കെ എന്താക്കുക, ഉപകാരപ്പെടുത്തുക, അത് ഇൻഫാക്ക് ചെയ്യുക, ആളുകൾക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ പൊതു നന്മക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നന്മകൾക്ക് വേണ്ടിയിട്ട് എന്താക്കുക, അത് കാലാകാലം ചെലവഴിക്കുക. അതെന്താക്കുക, ലാൻഡ് എന്നുള്ളത് എന്താക്കുക, അവിടെ എന്താക്കുക, തടഞ്ഞു നിർത്തുക. അപ്പോൾ ഇതിനെന്താക്കരുത്, വിൽക്കരുത്, അനന്തരാവകാശം ചെയ്യരുത്, സമ്മാനമായിട്ട് കൊടുക്കരുത്. അപ്പോൾ എന്താവും, അതിൻ്റെ തടി നിലനിൽക്കുകയും അതിൻ്റെ മൻഫ് ആളുകൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും.
അങ്ങനെയാണ് എന്താകുന്നത്, ആ റസൂലിൻ്റെ ഒരു ഹദീസിൽ നിന്നാണ് എന്താകുന്നത് ഈ വിശാലമായിട്ടുള്ള വഖഫ് എന്നുള്ള നിയമശാഖ രൂപപ്പെടുന്നത്. ഇത് വഖഫിനെ കുറിച്ചുള്ള നിയമശാഖ എന്ന് പറയുന്നത് എല്ലാ മദ്ഹബിലും അനേകം കിതാബുകൾ വഖഫിനെ കുറിച്ച് മാത്രമുണ്ട്. അതിൽ തന്നെ വഖഫ് നിയമത്തിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ മദ്ഹബിലും വളരെ മൈന്യൂട്ടായ തലത്തിൽ എന്തുണ്ട്, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിൽ തന്നെ മദ്ഹബിൽ തന്നെയും എന്തുണ്ട്, അവരുടെ ഇടയിൽ എന്തുണ്ട്, ഈ വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എന്തുണ്ട്, വളരെ അധികം ചർച്ചകൾ നടക്കുകയും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതായത് അത്രയും വിശാലമായിട്ടുള്ള ഒരു നിയമ വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമത്തിൽ വഖഫ് എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് തിരിഞ്ഞൊരു സാധനം ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തിരിയാത്ത സാധനം വഖഫ് എല്ലാവർക്കും അറിയാം, പക്ഷെ എന്താണ് വഖഫ് വെച്ചാൽ definition എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ പലർക്കും പല ഉത്തരമായിരിക്കും, അല്ലെങ്കിൽ വളരെ കൺസെപ്ഷൻ ആയിരിക്കും. ഒരു വഖഫിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമായിരിക്കും എല്ലാവരും വഖഫ് എന്നുള്ള ഒരു മൊത്തത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ ഡെഫൈൻ ചെയ്യുക. അതായത് ഒരാളുടെ മുതലിനെ, അതായത് മിൽക്കായിട്ടുള്ള പ്രോപ്പർട്ടീനെ, അതായത് സ്വന്തം ഉടമസ്ഥതയുള്ള, അതായത് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മുതലിനെ എന്താക്കുകയാണ്, അതിൻ്റെ ഐനിനെ നിലനിർത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ മൻഫ് ഉപകാരപ്പെടുത്താൻ വേണ്ടി എന്താക്കുകയും ചെയ്യുക, വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചുകൊണ്ട്, അതായത് വഖഫാക്കി വെച്ചുകൊണ്ട് ഒരാൾ കൊടുക്കുന്ന ദാനത്തിനെയാണ് എന്താക്കുന്നത് വഖഫ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യപ്പെടുന്ന മുതലുകളെ വഖഫ് മുതലുകൾ എന്ന് പറയുന്നു. അതിനെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കുന്ന ആളെ എന്താക്കുന്നു, മുത്തവല്ലി എന്ന് വിളിക്കുന്നു. അതിനെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരെ എന്താക്കുന്നു, മൗഖൂഫ് അലി, അതായത് ബെനിഫിഷ്യറീസ് എന്നുള്ളത് ട്രസ്റ്റിൽ പോലും പറയും. അതുപോലെ തന്നെ അത് ചെയ്യുന്ന ആളാണ് എന്ത്, വാക്കിഫ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇതിൽ എനിക്ക് വന്ന സാധനം എന്താ വെച്ചാല്, ഇപ്പൊ പള്ളിക്കും ദർഗകൾക്കും സാധാരണ പറയുന്നതാണ് ഇതിനു വേണ്ടി ഖബറിന് അത് നമ്മളുടെ ഒരു നമുക്ക് ഇന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വഖഫിനെ കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പരിമിതമായിട്ടുള്ള ഒരു മനസ്സിലാക്കൽ മാത്രമാണ്. വഖഫ് എന്നുള്ളത് ഈ ശരീഅത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏത് പർപ്പസിന് വേണ്ടിയിട്ടും എന്താക്കാം, വഖഫുകൾ രൂപപ്പെടാം. അങ്ങനെ പലതരം വഖഫുകൾ, പലതരം വൈവിധ്യങ്ങളായിട്ടുള്ള വഖഫുകൾ എന്താകാം ചരിത്രത്തിലൂടെ ഓരോ നാട്ടിലും എന്താണ്, ഓരോ തരത്തിലാണ് എന്താകുക, ആ ഒരു അവിടുത്തെ നന്മ, ആ ജനങ്ങൾക്കുള്ള ഉപകാരം ഏറ്റവും മനസ്സിലാകുക ആ സന്ദർഭങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും, വഖഫുകൾ വ്യത്യസ്ത തരങ്ങളുണ്ടാവും. അതായത് മമ്മുലൂക്കിന്റെ ചരിത്രത്തിൽ വിധവകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സത്രങ്ങൾ വഖഫാക്കപ്പെട്ടിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെ പല വൈവിധ്യങ്ങളായിട്ടുള്ള ഇബ്നു ബത്തൂത്തയുടെ ഒരു കഥ ഈ ഒട്ടോമൻ കാലഘട്ടത്തിൽ ഭയങ്കര രസമുള്ള ഒരു സാധനമാണ്. അതായത് ഈ എക്സാമ്പിൾ പറയുമ്പോൾ രോഗികളായ പട്ടികൾക്കുള്ള ശുശ്രൂഷ നൽകാനുള്ള സ്ഥലങ്ങൾ, പൊട്ടിയ പാത്രങ്ങൾ മാറ്റി വെക്കാനുള്ള വഖഫ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടികൾ, അതേപോലെ പ്രാവുകളെ സംരക്ഷിക്കാൻ, രോഗിയായിട്ടുള്ള പൂച്ചകളെ സംരക്ഷിക്കാൻ, ഇതൊക്കെയും വഖഫിൽ വരുന്ന സാധനങ്ങളാണ്. അതെ, അതായത് വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നന്മ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ശരീഅത്ത് ആഗ്രഹിക്കുന്ന ലോകത്തുള്ള ഏത് നന്മകളും എന്താണ്, അത് മനുഷ്യനല്ലാത്ത, അതായത് പൂച്ചകൾക്കാവാം, പട്ടികൾക്കാവാം, അങ്ങനെ അള്ളാഹുവിന്റെ ഏത് സൃഷ്ടികളോടും എന്താകാം ഒരു മനുഷ്യന് കരുണ കാണിക്കുക എന്ന് പറയുന്നത് ഒരു സാലിയായ കാര്യമാണ്. അതിനാൽ ആ തരത്തിലുള്ള വഖഫുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കോണ്ടസ്റ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഉസ്മാനി കാലത്ത് തന്നെ ഈ ഒരു മനുഷ്യന് ജനിച്ചു വീഴുന്ന തൊട്ടില് മുതൽ മരിച്ചു വീഴുന്ന ആ ഒരു സ്ഥലം വരെ എന്നുള്ള ചരിത്രകാരന്റെ ഒരു പ്രയോഗമാണ് അത്. അതായത് അവിടുത്തെ ഒരു വഖഫ് കൾച്ചർ എന്ന് വെച്ചാല് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഒരു മുസ്ലിം വഖഫ് തൊട്ടിലിൽ ജനിക്കുന്നു, വഖഫ് കട്ടിലിൽ മരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അത്രയും എന്താണ് വഖഫ് കൾച്ചർ അത്രയും അധികം വ്യാപകമായിരുന്ന ഒരു സമൂഹമാണ് ഓട്ടോമൻ സമൂഹം. അതിലൊരു രസമുള്ളൊരു കഥ ഉണ്ട്, ഇബ്നു ബത്തൂത്ത രഹിലയിൽ പറയുന്ന ഒരു കഥ. അതായത് സിറിയയിലുള്ള ഒരു മെർച്ചന്റ് ആ നാട്ടില് ആ കടകളിലൊക്കെ ജോലി ചെയ്യുന്നത്, ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നത് കുട്ടികളായിരിക്കും. അപ്പൊ ആ കുട്ടികള് എന്താണ്, അവര് കുട്ടികളാണല്ലോ, അവിടെ അവർക്ക് വിളമ്പാൻ ഉപയോഗിക്കുന്ന സാധനം എന്താന്ന് വെച്ചാല് മറ്റേ ചൈനീസ് ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ പോട്ടുകളാണ്. അപ്പൊ ഈ പോട്ടുകൾ എന്ത് ചെയ്യും, കൈതട്ടി വീഴും, ചിലത് പൊട്ടും. അങ്ങനെയൊക്കെ വരുമ്പോ എന്ത് ചെയ്യും, ഈ ഉടമസ്ഥന്മാര് ഓണർമാരെന്ത് ചെയ്യും, കുട്ടികളെ തല്ലും. അപ്പൊ ഇത് കണ്ടിട്ട് ഈ ഒരു കച്ചവടക്കാരൻ ഭയങ്കര ഇടങ്ങാറായി. അപ്പൊ അയാൾ എന്ത് ചെയ്തു, അയാള് ഒരു സംഗതി വാക്കുഫ് ചെയ്തു. എന്താണ് വാക്കുഫ്, ഇനി ഇവിടെ ചില്ല് പൊട്ടി കഴിഞ്ഞാല് ആ ചില്ലിനുള്ള പൈസ ഈ വഖഫിന് കൊടുക്കും, കുട്ടികളങ്ങനെ തല്ലരുത്. നമ്മള് വഖഫിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോ കിട്ടുന്നൊരു ഒരുപാട് സാധനമുണ്ട്. ഈ സലാഹുദ്ദീൻ അയ്യൂബി ദിമിഷ്കിൽ ഒരു കോട്ട നിർമ്മിച്ചിരുന്നു പറയുന്നുണ്ട്. ആ കോട്ടയിൽ ഒരു ഡ്രൈനേജ് പോലത്തെ ഒരു സിസ്റ്റം ഉണ്ട് പോലും, ചരിത്രത്തിൽ പറയുന്നതാണ്. എന്നിട്ട്
ആ സിസ്റ്റത്തിൽ പാലൊഴുകും, വെള്ളം ഒഴുകും. എന്നിട്ട് അന്ന് ഉള്ള ഉമ്മമാർക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകൾക്കൊക്കെയും വെള്ളവും പാലും ഉപയോഗിക്കാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അതിനു വേണ്ടി വഖഫ് ചെയ്തു എന്നുള്ള ഒരു സാധനമുണ്ട്. ദിമിഷ്കിൽ ഇന്നും ആ കോട്ട കാണാന്നൊക്കെയാണ് പറയുന്നത്. അത്രത്തോളം എല്ലാ ആവശ്യങ്ങൾക്കുള്ള വഖഫിന്റെ വൈവിധ്യങ്ങൾ നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് സൂക്ഷ്മമായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ പഴയ പള്ളികൾ സന്ദർശിച്ച് നോക്കിയാൽ അവിടെ വഖഫാക്കപ്പെട്ട കിതാബുകൾ ഉണ്ടാവും, ദർസുകളിൽ. അതായത് ആ വഖഫ് ചെയ്തപ്പെട്ടിട്ട് ലൈബ്രറി. കാരണം അത് അവിടുന്ന് എന്താകരുത്, വേറെ സ്ഥലത്തേക്കൊന്നും കൊണ്ടുപോകരുത്. അവിടെ പഠിക്കാൻ വരുന്ന ദർസിൽ പഠിക്കാൻ വരുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് എന്താക്കണം, ഉപയോഗപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ടാക്കുക എന്താക്കുകയാണ്, നാദാപുരം പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ലൈബ്രറി കാണാം. അതുപോലെ തന്നെ പൊന്നാനി പള്ളിയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പഴയ പള്ളികളിൽ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. കാരണം അന്ന് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. ഇന്നത്തെ പോലെ പ്രിന്റ് ഒന്നും വ്യാപകമായിരുന്ന കാലമല്ല. അപ്പൊ ഒരു കിതാബ് ഉണ്ടാവുക എന്ന് പറയുന്നത് കോപ്പികളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ആളുകൾക്ക് ലഭ്യമാവുക എന്ന് പറയുന്നത് വലിയൊരു പ്രിവിലേജ് ആണ്. അപ്പൊ ആ നിലക്ക് പുസ്തകങ്ങൾ വഖഫാക്കി അത് ഇന്നും ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ ഒരു പുതിയ ലൈബ്രറി തുടങ്ങുമ്പോൾ നാട്ടിലുള്ള പണ്ഡിതന്മാര് അവരുടെ ഒരു വലിയ ശേഖരം ചെയ്യും, വഖഫ് നില എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. വഖഫ് ചിലത് അത് കൊടുക്കുന്നുണ്ടാവും, പക്ഷെങ്കിൽ അത് അവിടെ തന്നെ നിലനിർത്തണം എന്നുള്ള അർത്ഥത്തിലായിരിക്കണം. വഖഫ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ കൊടുക്കപ്പെട്ടിട്ടുള്ള, കാരണം ഇത് ആ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനോ അതിനൊന്നും സമ്മതിക്കില്ല. ഇപ്പോഴും കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ലൈബ്രറിയൊക്കെ. പക്ഷെ ലൈബ്രറി ആ പുസ്തകങ്ങൾ അവിടെ തന്നെ എന്താക്കുകയാണ്, നിലനിർത്താൻ വേണ്ടിയിട്ട് വഖഫാക്കപ്പെടുന്നത്. കാരണം വഖഫാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എന്താക്കാൻ കഴിയില്ല, വിൽക്കാനോ നശിപ്പിക്കാനോ ഒന്നും കഴിയില്ലല്ലോ. അത് സംരക്ഷിക്കണം എന്നുള്ള ഒരു ബാധ്യത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ. ആ നിലക്ക് വഖഫ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ലൈബ്രറികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇതില് എനിക്ക് സംശയമാണ്, ഈ സദക്കാചാരിയും വഖഫും തമ്മിലുള്ള വ്യത്യാസം എന്താ അതില് വരുന്നത്? വഖഫ് എന്നുള്ളത് അതിന്റെ ഒരു ഐനുണ്ടാണല്ലോ. സദഖ ജാരിയ എന്ന് പറയുന്നത് അയാളുടെ സ്വന്തം, അതായത് നമുക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ടുള്ള എല്ലാ ദാനങ്ങൾക്കും എന്താക്കാം സദഖ ജാരിയ എന്ന് പറയല്ലോ. വഖഫിന് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടല്ലോ. അതിന്റെ ഒരു ഐന് അവശേഷിക്കണം, അതായത് കോർപ്പസ് ഉണ്ടല്ലോ, അതിന്റെ തടി അവശേഷിക്കണം എന്നുള്ള ഒരു സിഫത്ത് ഉണ്ടല്ലോ. അപ്പൊ മാത്രമല്ല മൻഫ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പൊ എല്ലാ സദഖകളും വഖഫ് ആവണം എന്നില്ല. തന്നെ നമ്മളിപ്പോ പൈസ കൊടുക്കുന്നില്ലേ ആൾക്കാർക്ക്, അപ്പൊ അത് നമുക്ക് പൈസ വഖഫാക്കുക എന്ന് പറയുന്നത് ചിലപ്പം പല മദ്ഹബുകളിലും അത് പറ്റില്ല. കാരണം അതിനെന്തുണ്ട്, അതിന്റെ യൂട്ടിലിറ്റി എന്താവുന്നുണ്ട്, നശിച്ചു പോകുന്നുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട്. അപ്പൊ ആ നിലക്ക് എല്ലാ സദഖകൾക്കും വഖഫാകാൻ കഴിയുമോ എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്തരം. കാരണം അതിന്റെ ഒരു തടിക്ക് എന്താകാൻ കഴിയണം, സർവൈവ് ചെയ്യണം. പിന്നെ അതിന്റെ ഒരു നിയത്തും ഉണ്ടാവണം. ഒരു വഖഫായിട്ട് അങ്ങനെ എന്താക്കണം, അതിന്റെ മൻഫ് ആളുകൾക്ക് കിട്ടണം എന്നുള്ള ഒരു നിയത്ത് ഉണ്ടാവുമ്പോൾ മാത്രമാണ് അത് വഖഫാകുന്നത്. അല്ലാതെ സദഖകൾ പലതരത്തിലുണ്ടാവാം. സ്വതക്ക നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ സ്വതക്കയായി. പക്ഷെ വഖഫ് ആവണമെങ്കിൽ അതിൽ കുറച്ച് പ്രോസസ്സുകൾ. വെറുതെ വഖഫ് ചെയ്തു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയതിനു ശേഷം ഇത് വഖഫാണ്, എന്റെ വഖഫാണെന്ന് പറഞ്ഞതിൽ വഖഫ് ആവൂലല്ലോ. എന്റെ വഖഫാണെന്ന് പറഞ്ഞാൽ വഖഫിന് ചില പ്രൊസീജിയർ ഉണ്ട്. വഖഫാണെന്ന് പറയുന്നതോട് കൂടി ആ പ്രൊസീജിയറിന് അതെന്തായി, ആ കെട്ടിടം പിന്നെ എന്താക്കി അവിടെ നിലനിർത്തുകയും അതിന്റെ ഒരു വരുമാനം എന്തിനാണോ പർപ്പസ്, അയാളുടെ പർപ്പസ് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ വഖഫായിട്ട് തന്നെ നമ്മൾ നിയത്തോട് കൊടുക്കണ്ടേ? ഇപ്പം ഞാൻ സ്വതക്ക് കൊടുക്കണം, അതെങ്ങനെ വഖഫായി മാറൂലല്ലോ? അത് വ്യത്യസ്ത മദ്ഹബുകളിൽ അതിനെ പറ്റിയുള്ള ഏത് തരം ടേം ഉപയോഗിക്കണം എന്നുള്ളത് അത് ഇസ്ലാമിക ഫിഖുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്. ഇന്ന വേർഡ് തന്നെ ഉപയോഗിക്കണം എന്ന് കണിശമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള, നമ്മളെ നാട്ടിലിപ്പോ വഖഫ് എന്നാണ് എന്താക്കുക പല ആധാരങ്ങളിൽ ഉണ്ടാവുക. കാരണം നമ്മളെ ഭാഷയിൽ അങ്ങനെ എന്താക്കാണ്, വഖഫ് എന്നുള്ളത് അറബിയിലുള്ള അതേ ഉച്ചാരണം വന്നുകൊള്ളണമെന്നില്ല ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്. വഖഫ് എന്നുള്ളതാണ് ആളുകൾ പറയുക. ആധാരത്തിലും അങ്ങനെ പല പഴയ ആധാരങ്ങളിലും വഖഫ് ആധാരം എന്നാണ്. അതിനർത്ഥം എന്ന് വെച്ചാൽ അത് എന്താണ്, അവരുടെ അതിനെ സമാനമായിട്ടുള്ള പദവും എന്താണ് ഫിഖിലൊക്കെ എന്താണ് അതിന് സ്വീകാര്യമായിട്ടുള്ള. അങ്ങനെ പറയുന്നുണ്ട്, കുറെ കണ്ടീഷൻസ് വേണം, ഷർത്തുകൾ പാലിക്കണം. അതായത് തൻജീസ്, തബീദ്, അതില് ആ കണ്ടീഷനിൽ അല്ല, അതായത് വഖഫിൽ വേറെ കണ്ടീഷൻ പാടില്ല. അങ്ങനെ കുറെ സാധനങ്ങൾ അതിൽ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ കുറെ ഡാറ്റകളുണ്ട്. സാധാരണ എല്ലാവരും ഉദ്ധരിക്കുന്ന ഡാറ്റയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഡാറ്റ. ഇത് 6 ലക്ഷത്തോളം ഏക്കർ ഭൂമി ഉണ്ട്. 1950 ഡാറ്റ പരിശോധിച്ച് നോക്കിയാൽ അതിന്റെ ഒരു യൂട്ടിലിറ്റി അത് മൊത്തം 6000 കോടി അതിൽ നിന്ന് നമുക്ക് ആദായമായിട്ട് ലഭിക്കാൻ പറ്റും. പക്ഷെ അതിൽ ഒരു 7% മാത്രമേ ആദായമായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ എനിക്കുണ്ടായ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ ഇത്രയൊക്കെ വഖഫ് ഭൂമി ഉണ്ട്. ഇപ്പോൾ നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതലുള്ള ഇൻഫാക്കിനെ കുറിച്ചും ആളുകൾ നൽകിയ സദക്കകളെ കുറിച്ചും ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. പക്ഷെ ഇവിടെ എത്തി നോക്കുമ്പോൾ കാലങ്ങളായിട്ട് ഓരോ കൊടുത്ത നീയത്ത് പലതായിരിക്കും.
പക്ഷെ അതൊന്നും സംരക്ഷിക്കപ്പെടാതെ ഇതൊക്കെ വെറുതെ ആളുകൾ ഇങ്ങനെ കയ്യേറ്റം ചെയ്തിട്ടും അല്ലാതെ അന്യാധീനപ്പെട്ട് പോയിക്കൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊന്നും എടുക്കാൻ കഴിയാത്ത കൊലത്തിൽ ഇത് ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കണോ? ഈ സാധനം ഇങ്ങനെ എനിക്ക് തോന്നിയൊരു സാധനമാട്ടാ. അതിൽ എൻ്റെ ഒരു മനസ്സിലാക്കലെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, സച്ചാർ കമ്മിറ്റി എന്നുള്ള ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ ഒരു അവസ്ഥ, സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താക്കുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു മൊത്തം അനുഭവിക്കാൻ കഴിയുന്ന ഒരു മുതലുകൾ എന്ന നിലയിൽ വഖഫിനെ കുറിച്ച് എന്താക്കിയിട്ടുണ്ട്, അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ ഒരു ചാപ്റ്റർ പ്രത്യേകമായിട്ട്. പക്ഷെ അതിൻ്റെ ഒരു മനസ്സിലാക്കലിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് മൊത്തം വഖഫിന്റെ കണക്കെടുത്തുകൊണ്ട് അതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂവിനെ ആയിട്ട് അതിനെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്താക്കുന്നത്, അതിന് എത്രത്തോളം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, അതിൽ നിന്നുള്ള പ്രോഫിറ്റ് എങ്ങനെ എന്താക്കാം, പലതരം കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് എന്താകുന്നത് സച്ചാർ കമ്മിറ്റിയിൽ ഡിസ്കഷൻ ചെയ്യുന്നത്. അതിൽ അതുപോലെ തന്നെ വഖഫ് അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് വഖഫുകളെ കുറിച്ചും എന്താകുന്നുണ്ട്, സച്ചാർ കമ്മിറ്റി പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റീൻ്റെ ഉന്നമനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇങ്ങനൊരു മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല വഖഫിനെ കുറിച്ച് ശരീഅത്ത് മുന്നോട്ട് വെക്കുന്നത്. ശരീഅത്ത് മുന്നോട്ട് വെക്കുന്നത് അതിനെ വഖഫ് എങ്ങനെയാണ് എന്താക്കുക, ആ പർപ്പസിനെ നിലനിർത്താൻ. അതായത് ആ നിയ്യത്തുണ്ടല്ലോ, ഒരു വാക്കിഫ് ഒരു പള്ളിക്ക് കൊടുക്കുമ്പോൾ അവിടെ നിസ്കാരം നിലനിർത്തണം എന്നുള്ളതാണ് അയാളുടെ പർപ്പസ്. അതിൽ നിന്ന് വലിയൊരു ഇൻകം ഉണ്ടാക്കണം എന്നുള്ളതല്ല, അത്ര ഒരു മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളതല്ല. അതേസമയം തന്നെ അങ്ങനെയുള്ള ഒരു ചാരിറ്റി കൊണ്ട് എന്തുണ്ടാകുന്നുണ്ട്, ഒരു സമുദായം നിലനിർത്തുകയും ആ സമുദായത്തിന് എന്താക്കുകയും ചെയ്യുന്നുണ്ട്, മറ്റു വ്യവഹാരങ്ങളിൽ ഏർപ്പെടുത്തുകൊണ്ട് സാമ്പത്തികമായിട്ടും അതുപോലെ അവരുടെ സാമൂഹികപരമായിട്ടുള്ള ജീവിതം സാധ്യമാകുന്നുണ്ട്. എല്ലാ ചാരിറ്റികളും ഇങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോപ്പർട്ടി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ ഒക്കെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് കഴിയില്ല. അതേസമയം എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു പർപ്പസ് അത് സേർവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും, ആ പ്രോപ്പർട്ടിയെ എന്താക്കാൻ കഴിയും, അത് വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ള മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ നമ്മൾ ഒരു വഖഫ് പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴും ആ പർപ്പസ് സേവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതിൻ്റെ മൊത്തം ഒരു മാക്രോ ലെവലിലുള്ള അതിൻ്റെ ഒരു മാർക്കറ്റ് ലെവലിലുള്ള വാല്യൂ കണക്കാക്കുന്നതിനേക്കാൾ ഉത്തമം എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കുന്നത്. നമ്മളെപ്പോഴും ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവിലേക്ക് അതിന് മനസ്സിലാക്കുക. മോഡേൺ എക്കോണമിയുടെ പെർസ്പെക്റ്റീവിൽ തന്നെ ചാരിറ്റി എന്നുള്ളത് എന്തല്ല, അങ്ങനെ ഒരു സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ട് അത് ഇങ്ങനെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി അല്ല. അതിനാലാണല്ലോ അത് ഇൻകം ടാക്സ് ഒന്നും ഈടാക്കാതെ അങ്ങനെ ചാരിറ്റബിൾ പ്രോപ്പർട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രിവിലേജ് സ്റ്റേറ്റ് തന്നെ നൽകുന്നത്. എന്താണ് മോഡേൺ എക്കോണമിയുടെ തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ ചാരിറ്റി എന്താകുന്നു, പബ്ലിക്കിന് ബെനിഫിറ്റ് ചെയ്യുന്നു. അങ്ങനെ പബ്ലിക് എന്താകുന്നു, എക്കോണമിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ എന്താകുന്നു, ആ എഡ്യൂക്കേഷൻ എന്താകും, പിന്നീട് കോൺട്രിബ്യൂട്ട് ചെയ്യും എക്കോണമിയിലേക്ക്. അപ്പോൾ ആ നിലക്ക് എന്താണ്, അങ്ങനെ ഒരു വഖഫിനെ കുറിച്ച് അതൊരു ചാരിറ്റി പ്രോപ്പർട്ടി എന്നുള്ള നിലക്കാണ് എന്താക്കേണ്ടത്, അവർ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പർപ്പസ് സേവ് ചെയ്യുന്നുണ്ടോ, അത് കമ്മ്യൂണിറ്റിക്ക് എന്താകുന്നുണ്ടോ, ഉപകാരപ്പെടുന്നുണ്ടോ, അത് അതിൻ്റെ ഒരു യൂട്ടിലിറ്റി എന്താകുന്നുണ്ടോ, അത് അവിടെ ഇൻറ്റൻറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്, അതായത് അയാളുടെ നിയത്ത് പ്രകാരം നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കലായിരിക്കും. അങ്ങനെ നിയത്ത് പ്രകാരം നിലനിൽക്കുന്നില്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള അങ്ങനെ ഒരു മാക്രോ ലെവലിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് സച്ചാർ കമ്മിറ്റി നൽകുന്നത്. അല്ലാതെ ഓരോ പ്രദേശത്തുള്ള പ്രോപ്പർട്ടി അതിൻ്റെ നിയത്തിനനുസരിച്ച് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള പഠനമല്ല. അത് പ്രത്യേകമായിട്ട് നമുക്ക് ഓരോരോ സ്ഥലത്തും പ്രത്യേകമായിട്ട് അന്വേഷിച്ചാൽ മാത്രം കണ്ടെത്തുന്നതാണ്. ഞാൻ പറയുന്നത് എല്ലാ വഖഫും അതിൻ്റെ പർപ്പസ് അനുസരിച്ച് പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നല്ല. പക്ഷേങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ഓരോ പ്രദേശത്തും പോയി മനസ്സിലാക്കിയാൽ മാത്രമേ അത് കഴിയുള്ളൂ. അപ്പോൾ ഇതിൽ ഈ സിസ്റ്റം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ ഇപ്പോൾ ഈ ബില്ലുകളും അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്ന വഖഫ് അമെൻമെൻറ്റ് ബില്ലടക്കം അതിൻ്റെ പിന്നോട്ട് പരിശോധിച്ച് നോക്കിയാൽ ഏകദേശം ഒരു നൂറ്റാണ്ടോളം ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകളും അസസ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? എൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് വെച്ചാൽ നമ്മൾ വഖഫിൻ്റെ ഒരു ഫിക്ക് അല്ലെങ്കിൽ ഒരു ശരീഅത്തിലുള്ള ഒരു സൂപ്പർവിഷൻ, അതിൻ്റെ ഒരു മേൽനോട്ടത്തിന് ഒരു ഘടനയുണ്ട്. അതെന്ന് പറഞ്ഞാൽ അത് കാളിയാണ്, എന്ത് മുത്തവല്ലീനെ നോക്കേണ്ട ആൾ. മുത്തവല്ലി എന്ന് പറയുന്നത് ഇതിനെ മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ജഡ്ജി, അതായത് ഒഫീഷ്യലി അപ്പോയിന്റഡ് ആയിട്ടുള്ള ജഡ്ജി, അതായത് സുൽത്താൻ അല്ലെങ്കിൽ റൂളർ അപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ജഡ്ജി, അതായത് പവറുള്ള, അതായത് അയാൾ പറഞ്ഞാൽ രാജാവ് അത് കേൾക്കും എന്ന് വിചാരിക്കുന്നത്, അതായത് ലോ എൻഫോഴ്സ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ജഡ്ജി. അയാളാണ് എന്താക്കുന്നത് വഖഫിന്റെ സൂപ്പർവിഷന് യഥാർത്ഥത്തിൽ ഫിക്കിയിൽ പറയപ്പെടുന്ന ആൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീ മോഡേൺ, അതായത് ആധുനിക കാലത്തിന് മുമ്പ് ഈ വഖഫുകളുടെ ഒരു സംരക്ഷണ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരുന്ന ആൾ എന്താണ്, ഖാദി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ആ ഖാദിയാണ് എന്താക്കേണ്ടത്, വഖഫിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടത്,
വഖഫ് മുത്തവല്ലി സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. ഇനി അഥവാ ഒരു വാക്കിഫ് മുത്തവല്ലീനെ അപ്പോയിന്റ് ചെയ്തില്ല എന്ന് വെച്ചോ, അപ്പൊ ആ സ്ഥാനത്തേക്ക് മുത്തവല്ലീനെ കണ്ടെത്തി ഒരാളെ നിയമിക്കേണ്ടത് ആരാണ്? കാളിയാണ്. ഇതൊക്കെ ഫിഖിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലായിരുന്നു അധിക സമൂഹങ്ങളിൽ, മുസ്ലിം സമൂഹങ്ങളിലും എന്താക്കിയിട്ടുള്ളത്, കാളിമാർ, അതായത് റൂളർ നേരിട്ട് കാളിമാരിലൂടെയായിരുന്നു എന്താക്കിയിരുന്നത് വഖഫിന്റെ മാനേജ്മെന്റ് ഉറപ്പ് വരുത്തിയിരുന്നത്. അതായത് മാനേജ് ചെയ്യാനാണ് എല്ലാവർക്കും എന്തുള്ളത്, മുത്തവല്ലിക്കുള്ള അധികാരം എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാനുള്ളതാണ്, അല്ലാണ്ട് മിസ്മാനേജ് ചെയ്യാനുള്ളതല്ല. മിസ്മാനേജ് ചെയ്യാൻ ആർക്കും എന്തില്ല, അധികാരമില്ല. അതിനാൽ അതെപ്പോഴും എന്താണ്, സൂപ്പർവൈസ് ചെയ്യാന്നുള്ളത് എന്താണ്, ബാധ്യത എന്താണ്, റൂളർക്കും അത് റൂളറിലൂടെ കാളിക്കുമാണ് എന്താക്കുന്നത് മുമ്പ് നിലനിന്നിരുന്നതും അതുപോലെ തന്നെയാണ് ഫിഖിൽ നിഷ്കർഷിക്കുന്നത്. എന്നാൽ ആധുനിക കാലത്തുള്ള ഒരു ഒരു സൂപ്പർവിഷൻ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഈ വഖഫ് ബോർഡ് എന്നൊക്കെ പറയുന്നത് ഒരു പുതിയൊരു സങ്കല്പമാണല്ലോ. നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് വഖഫ് ബോർഡ് എന്നൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു പുതിയ തരം ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള, ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സൂപ്പർവിഷൻ സ്ട്രക്ചറാണ്. അതായത് കാളിൻ്റെ പവറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം, അതായത് കാളിൻ്റെ പവറൊക്കെ പോകുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് പിന്നെ ഇവർ എന്താക്കി, ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസി ആയിരുന്നു, ഞങ്ങൾ മതപരമായിട്ടുള്ള പ്രോപ്പർട്ടി, അമ്പലം, പള്ളി, ചർച്ച്, ഇതിലൊന്നും ഞങ്ങൾ എന്താക്കില്ല, ഇടപെടില്ല. അത് നിങ്ങൾക്ക് അതത് കമ്മ്യൂണിറ്റികൾ നോക്കട്ടെ എന്നുള്ള ഒരു പോളിസിയാണ് എന്താക്കിയിട്ടുള്ളത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റികൾ എന്താക്കിയിട്ടുണ്ട്, അവരുടെ കമ്മ്യൂണിറ്റികൾക്ക് പറഞ്ഞാൽ എല്ലാ പ്രോപ്പർട്ടിയും അവരുടെ കയ്യിലേക്ക് കിട്ടുകയല്ല, ഈ സോ കോൾഡ് മതപരമായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്താകുകയാണ്, ഇവരുടെ കയ്യിലേക്ക് കിട്ടുകയാണ്, അതത് മതസമൂഹങ്ങളുടെ. പക്ഷേ ഈ മതസമൂഹങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആരാണെന്നുള്ളൊരു ചോദ്യം എന്തുണ്ട്, ബാക്കിയുണ്ട്. അതിനാൽ തന്നെ കമ്മ്യൂണിറ്റി എന്താണ്, ഇതെപ്പോഴും എന്തുണ്ട്, ഞാനാണ് കമ്മ്യൂണിറ്റി എന്ന് ഓരോ ഓർഗനൈസേഷൻസും എന്ത് പറയും, അല്ലെങ്കിൽ ആൾക്കാരും എന്താക്കും, ക്ലെയിം ചെയ്യും. അതിനാൽ ആ സംഘർഷം എന്തുണ്ട്, ആധുനിക നമ്മളുടെ സമൂഹത്തിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ ഭാഗമാണ്. കാരണം ഇതിൽ ആരാണ് വഖഫ് ബോർഡ് കൺട്രോൾ ചെയ്യുന്നത്, നമുക്ക് അറിയാം കേരളത്തിൻ്റെ റീസെൻറ്റ് ചരിത്രമൊക്കെ. എപ്പോഴും എന്തുണ്ടാവും, ഒരു തീരുമാനമാകാത്തൊരു പ്രശ്നമാണ് ഇത്. കമ്മ്യൂണിറ്റിയുടെ ആരാണ് അതോറിറ്റി, കാർമ്മികത്വം ആരാണെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അതേപോലെ തന്നെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സൂപ്പർവിഷനിലേക്ക് മാറുന്നത് ബ്രിട്ടീഷ് കാലത്താണ്. അപ്പോൾ അതിനെ തുടർന്നാണ് എന്താക്കിയിട്ടുള്ളത്, ഓരോ സമൂഹങ്ങളിലും സർക്കാരിൻ്റെ നിയമസഹായത്തോടു കൂടി എന്താക്കിയിട്ടുള്ളത് വ്യത്യസ്ത സംവിധാനങ്ങൾ ഇത് പരിപാലിക്കുക. അതായത് ഇതിനെ മുത്തവല്ലി അതിൻ്റെ നിയമത്തനുസരിച്ച് നിലനിർത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ബോർഡുകൾ എന്നുള്ളത് എന്താക്കിയിട്ടുള്ളത് രൂപപ്പെട്ടത്. ഫസ്റ്റ് 1913 ഇതിന്റെ സ്റ്റാർട്ടിങ് തോന്നുന്നുണ്ട്. അവിടുന്ന് പിന്നെ ഒരുപാട് അമെന്റ്മെന്റുകൾ ഇങ്ങനെ പിന്നെ 924 വരുന്നുണ്ട്, പിന്നെ 57 54 പിന്നെ 95 അതിൽ കേട്ടൊരു സാധനമായിരുന്നു, അതായത് അതുവരെ ആർക്കും വഖഫ് കൊടുക്കാം, അതായത് വളരെ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നല്ലോ. ഇത് തുടങ്ങിയ കാലം മുതൽ ആർക്കും കൊടുക്കാം, ഇത് എല്ലാവരുടെയും ഉപകാരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമായിരുന്നു. പിന്നെ ആ 1913 വന്ന ആ ബില്ല് പ്രകാരമാണ് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ അങ്ങനെ ഒരു മൊത്തം മാറ്റം വരുന്നത്. നമ്മള് ഈ വ്യക്തി നിയമങ്ങൾ അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിലാണ് പൊതുവെ വഖഫിനെ ആധുനിക കാലത്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി നിയമത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് അതിനൊരു കോഡിഫൈ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത് വഖഫിന്റെ കാര്യത്തിലാണെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതിനൊരു കാരണം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ വഖഫിനെ മനസ്സിലാക്കുന്നത് എന്താണ്, റിലീജിയസ് ചാരിറ്റബിൾ പ്രോപ്പർട്ടി എന്നുള്ള നിലക്കാണ്, അല്ലെങ്കിൽ ട്രസ്റ്റ് എന്നുള്ള നിലക്കാണ് എന്താക്കിയിട്ടുള്ളത് ബ്രിട്ടീഷുകാരെന്താക്കുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് എന്നുള്ളത് ചിലപ്പോൾ എന്താകാം പ്രൈവറ്റ് ആവാം. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ വഖഫ് ചെയ്യാം എന്നുള്ള ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വഖഫുകൾ ചില സമൂഹങ്ങളിലൊക്കെ കണ്ടുവരാം. വഖഫുൽ ഔലാദ്, വഖഫുൽ അഹ്ലി അല്ലെങ്കിൽ വഖഫു ദുരി എന്നൊക്കെ പറയുന്നത്. കാരണം സ്വന്തം കുടുംബവും എന്താണ് ചാരിറ്റിക്ക് ഇസ്ലാമിൽ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അതിനാൽ തന്നെ ഇസ്ലാമിക സദക്ക നിയമം അനുസരിച്ചുണ്ടായതിനാൽ തന്നെ വഖഫുകൾ സ്വന്തം കുടുംബത്തിനും ചെയ്യാം എന്നുള്ള ഒരു ഇതിന്റെ പ്രൊവിഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞ അബൂത്തൊലഹന്റെ അപ്പോൾ ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രോപ്പർട്ടി പ്രൈവറ്റ് ഹാൻഡ്സിൽ അങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് അവരുടെ ചാരിറ്റി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ചാരിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഇൻകം ടാക്സും ഇതിനൊക്കെ പ്രിവിലേജ് കൊടുക്കണം. എക്കണോമിക് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടുള്ള ചില പ്രൊവിഷൻസ് ഉണ്ട്. ഇന്ന പർപ്പസിന് വേണ്ടി മാത്രമേ എന്താകുള്ളൂ, റിലീജിയസ് അഡ്വാൻസ്മെന്റ് എന്നുള്ളത് ഒരു
പർപ്പസാണ്. പക്ഷെ അതേസമയം തന്നെ കുടുംബത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് എന്തല്ല അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അതിനാൽ തന്നെ ഇതിനെന്താക്കാണ്, പണ്ടുള്ള വഖഫുകൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുടുംബത്തിനും ബെനിഫിറ്റ് ചെയ്യും, പിന്നെ ബാക്കി പബ്ലിക്കിനും ബെനിഫിറ്റ് ചെയ്യും, അങ്ങനെ മിക്സ്ഡ് ഒക്കെ ആയിട്ടുള്ള വഖഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരേ സമയം എന്താകും, ഈ പബ്ലിക് പ്രൈവറ്റ് എന്നുള്ള ഒരു ഡിവിഷനൊന്നും ഇല്ലായിരുന്നു. അതേസമയം എന്ന് വെച്ചാൽ മോഡേൺ ഇതിനെ സംബന്ധിച്ചിടത്തോളം, ചാരിറ്റി നിയമത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിവിഷൻ പ്രധാനമായി. അതിനാലാണ് എന്താകുന്നത് 1913 ഒരു നിയമം ഉണ്ടായിരുന്നത്, വഖഫിനെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു നിയമം. അതായത് ആദ്യ കാലഘട്ടത്തിൽ, അതായത് 93 സംഭവിച്ച ഒരു പ്രിവി കൗൺസിലാണ്, അന്നത്തെ സുപ്രീം കോടതിയൊക്കെ പോലെ ലണ്ടനിൽ നിലനിൽക്കുന്ന 893 അവിടെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ലീഗൽ ബോഡി, അതായത് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏറ്റവും അന്തിമ തീരുമാനം നിയമകാര്യങ്ങളിലൊക്കെ തീരുമാനിക്കുന്നത്, അവര് ഫാമിലി വഖഫ് എന്നുള്ളത് കംപ്ലീറ്റ്ലി എന്താക്കി നിരോധിച്ചു കളഞ്ഞു. ഓക്കെ, അതിനെ തുടർന്ന് എന്തായി, മുസ്ലിങ്ങൾക്ക് ഇത് വലിയ പ്രശ്നമായിട്ട് മുസ്ലിങ്ങൾ പറയുകയും ഇത് അവരുടെ പിന്നെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതും അവരുടെ സ്വകാര്യതയിലുള്ള ഇടപെടലുകളൊക്കെ ആയിട്ട് എന്താക്കി അന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാവരും പ്രതിഷേധിക്കുകയും അതിനെ തുടർന്നാണ് എന്താക്കുന്നത്, ഇത് വീണ്ടും എന്താക്കുകയാണ് വാലിഡേറ്റ് ചെയ്യുക, അതായത് സാധുത കൊടുത്തുകൊണ്ടാണ് എന്താക്കുന്നത് വഖഫിനെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് എന്താക്കുന്നത് 1913 നടക്കുന്നത്. അപ്പോൾ അത് പ്രകാരം എന്താക്കാം, മുസ്ലിങ്ങൾക്ക് കുടുംബങ്ങൾക്കും കൊടുക്കാം, അതിനെന്താക്കി പ്രത്യേകമായിട്ട് വേറൊരു തരം വഖഫായിട്ട് വഖഫുൽ ഔലാദ് എന്നുള്ള ഇതായിട്ട് കണ്ടുകൊണ്ട് അതിനെന്താക്കുന്നു, അതിനെ നിങ്ങൾക്ക് പിന്നീടുള്ള കോടതി വിധികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും, അതിനെ വേറെ തന്നെ ട്രീറ്റ് ചെയ്യണം. അതിന് ഇൻകം ടാക്സ് ഉണ്ടാവും, ഒരു ചാരിറ്റീൻ്റെ പ്രിവിലേജുകളൊന്നും ഉണ്ടാവില്ല. അതിനാൽ അങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് ഇപ്പം എന്തല്ല സാധ്യമല്ല. അത് നിയമവിധേയമാണെങ്കിലും എന്തല്ല അതിന് യാതൊരു എന്തില്ല മറ്റു ചാരിറ്റിയുടെ എല്ലാ സംഗതികളൊന്നും ഇല്ല. അതിനാൽ തന്നെ എന്താകാണ്, അതിനെ നിയമപരമായിട്ട് എന്തുണ്ട്, അതുണ്ട്, അത് അനുവദനീയമാണ്. പക്ഷെങ്കിൽ എന്തല്ല അത് സാധിക്കൂല. കാരണം എന്ന് വെച്ചാൽ അതിന് ഭയങ്കരമായിട്ടുള്ള ടാക്സ് ഉണ്ട്. അതിനാൽ തന്നെ എന്താവില്ല. പക്ഷേ മുസ്ലിങ്ങൾ അന്ന് ഡിമാൻഡ് ചെയ്തതിനനുസരിച്ച് അങ്ങനെയാണ് എന്താക്കുന്നത് 1913 ആദ്യത്തെ വഖഫിനെ ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമം ഇന്ത്യയിൽ നടക്കുന്നത്. അതിൽ ദോസ് ഹു പ്രൊവസിങ് മുസ്ലിംസ് എന്നുള്ളത് കാണാൻ പറ്റും. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു അതായത് കൊടുക്കുന്ന ആള് മുസ്ലിം, അതായത് വഖഫ് ചെയ്യുക എന്ന് പറയുന്ന ആള് ഒരു മുസ്ലിം പ്രൊഫസ് ചെയ്യുന്ന ആളായിരിക്കണം എന്നുള്ളത്, അതായത് മുസ്ലിം ഫെയ്ത്ത് പ്രൊഫസ് ചെയ്യുന്ന ആളായിരിക്കണം എന്ന് പറയുന്നത് കാണാൻ കഴിയും. ആ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്തല്ല ഒരു ആധുനികതയ്ക്ക് മുമ്പുള്ള ഒരു ചരിത്രത്തെയോ അല്ലെങ്കിൽ ശരീഅത്തിനോടോ യോജിക്കുന്ന ഒരു തരം ഡെഫിനേഷൻ അല്ല. പക്ഷെങ്കിൽ നമ്മളുടെ ആധുനിക കാലത്ത് ശരിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു പരിമിതമായിട്ടുള്ള മുസ്ലിങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതിയായിട്ടാണ് എന്താക്കുന്നത് മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു ബ്രിട്ടീഷുകാരുടെ മുമ്പുള്ള ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ക്രിസ്ത്യൻ വഖഫുകൾ കാണാം, ജൂയിഷ് വഖഫുകൾ കാണാം, കാരണം അല്ലെങ്കിൽ ഹിന്ദു വഖഫുകൾ, സിഖ് വഖഫുകൾ, പാസി വഖഫ്, അങ്ങനെ അനേകം വഖഫുകൾ മറ്റ് സമൂഹങ്ങൾ കൂടി എന്താക്കുന്ന കാണാം. ഈ ഒരു ലീഗൽ ഫോം എന്നുള്ള നിലക്ക് എന്താക്കുന്ന കാണാം. പ്രത്യേകം മുസ്ലിം സ്വാധീനം നിലനിന്ന പ്രദേശങ്ങളിൽ എന്താക്കുന്ന കാണാം, പ്രാക്ടീസ് ചെയ്യുന്നത് കാണാം. കാരണം ഇന്ന് കോർപ്പറേഷൻ, ട്രസ്റ്റ് എന്നൊക്കെ പറയും പോലെ വഖഫ് എന്തായിരുന്നു അന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു. അതിനാൽ തന്നെ ശരീഅത്ത് പ്രകാരം എന്തില്ല, അവർക്ക് അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിൽ അതിന് ചില നിബന്ധനകളുണ്ട്. അത് പ്രകാരം പ്രാക്ടീസ് ചെയ്യുന്നതിൽ എന്തില്ല യാതൊരു പ്രശ്നമില്ലായിരുന്നു. അതിനാൽ അവരും അവരുടെ പലതരം പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ട് വഖഫ് ഡെഡിക്കേറ്റ് ചെയ്തായിട്ട് എന്താക്കാം നമുക്ക് ആധുനികതയ്ക്ക് മുമ്പുള്ള ചരിത്രം കാണാം. പക്ഷെ ഇന്ന് വഖഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിങ്ങളുടെ ഒരു മാത്രമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആയിട്ടാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ഈ ഒരു ചർച്ച ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ വിഷയം വരുന്നത് ഈ പുതിയൊരു അമെൻമെന്റ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ 1913 മുതൽ ഇപ്പോൾ വരെയുള്ള ബില്ലുകൾ എടുത്തു നോക്കുമ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള മാറ്റം? ഈ 2024 അവതരിപ്പിച്ച ബില്ലുമായി ബന്ധപ്പെട്ട് മുമ്പത്തെ എടുത്തു നോക്കുമ്പോൾ എങ്ങനെയാണ് അത് മാറ്റം വരുന്നത്? ഒന്ന് പറഞ്ഞാൽ 13 യഥാർത്ഥത്തിൽ എന്തല്ല ഒരു സൂപ്പർവിഷനെ കുറിച്ചുള്ള, അതായത് അതിന്റെ മേൽനോട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ലല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ വഖഫുൽ ഔലാദുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം. അതിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കുകയാണ്. അതിന്റെ ബൗണ്ടറി ഏതൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താക്കാം മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യാം എന്നൊക്കെ എന്താക്കുകയാണ് ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമമാണ്. അതേസമയം 23 മുതലാണ് എന്താക്കുന്നത് ഈ സൂപ്പർവിഷൻ സ്ട്രക്ചർ. അതായത് ഞാൻ പറഞ്ഞല്ലോ 1863 എൻഡോവ്മെന്റ് ആക്ട് പ്രകാരം എന്താക്കുകയാണ് ഇതിൽ നിന്ന് കാലിമാരും അതുപോലെ തന്നെ ഈ അധികാരമൊക്കെ എന്താക്കുകയാണ് സ്റ്റേറ്റും എന്താക്കുകയാണ് പിന്മാറുകയാണ്. ഈ പ്രോപ്പർട്ടികളൊക്കെ അതത് കമ്മ്യൂണിറ്റികൾ മാനേജ്മെന്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്താക്കുന്നത് പിന്മാറുന്നത്. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് വരുന്ന ഒരു മാറ്റമാണല്ലോ. അതിനാൽ ഒരു സമൂഹങ്ങൾക്കും ഒരു മതസമൂഹങ്ങൾക്കും പെട്ടെന്ന് എന്തായില്ല
ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർവിഷൻസ്. കാരണം ഈ പ്രോപ്പർട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കണമെങ്കിൽ ഒരു സൂപ്പർവിഷൻ, ഒരു മേൽനോട്ട സംവിധാനം വേണമല്ലോ. ബ്രിട്ടീഷുകാർ 63 ആക്ട് പ്രകാരം ഒരു കമ്മിറ്റി സംവിധാനം, അതായത് ഓരോ ഡിസ്ട്രിക്റ്റിലും, അതായത് ബ്രിട്ടീഷ് എംപയറിന്റെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഒരു കമ്മിറ്റി ഉണ്ടാവും. അതായത് മതസമൂഹങ്ങളിൽ നിന്നുള്ള ഒരു കമ്മിറ്റി ഉണ്ടാകും. എന്നിട്ട് ആ കമ്മിറ്റി നോക്കട്ടെ എന്നുള്ളതാണ് അത് വെച്ച സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കമ്മിറ്റിയിലുള്ള മെമ്പർമാർന്ന് വെച്ചാൽ ലൈഫ് ലോങ് മെമ്പേഴ്സാണ്. അവരൊരിക്കലും അപ്പം ഇത് അവർ മരിക്കും വരെ അതിൽ മെമ്പറായിരിക്കും. അവരാണ് എന്താക്കേണ്ടത്, ഈ ഒരു പണ്ട് കാലി ചെയ്തിരുന്ന പണി ചെയ്യേണ്ട ട്രൈബ്യൂണലുകൾ എന്നുള്ള അതൊക്കെ അർത്ഥത്തില് വളരെ പിന്നെ പുതിയ ഓക്കേ. അത് 95 ആക്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇതിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അപ്പോൾ 23 ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ. അതായത് എല്ലാവരും എല്ലാ പള്ളിയുടെ കണക്കും എന്താക്കുക ജഡ്ജിന് ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് എന്താക്കുക കൊടുത്തിട്ട് എന്താക്കുക ജഡ്ജി നോക്കുക ഇത് കറക്റ്റ് എന്താണെന്നിട്ടോ മാനേജ് ചെയ്യുന്നത്. പക്ഷെ ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം കാളിയുടെ പോലെയുള്ള ജഡ്ജി സംവിധാനം അല്ല ആധുനിക കാലത്തുള്ളത്. അവർക്ക് ഓഫീസർമാരോ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാൻ വിടാനുള്ള അങ്ങനെയുള്ള പോലീസുകാരോ അതിന്റെ അത്ര ഒരു പരിമിതി ഉണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഇത് വളരെ ഫെയിലിയർ ആയിരുന്നു 23 സംവിധാനം. ഞാൻ പറഞ്ഞത് ഇത് ഒരു നൂറ്റാണ്ടുകളോളം എടുത്തിട്ടാണ് എന്താകുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സംവിധാനം 1954 ഫസ്റ്റ് അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു അമെൻമെന്റ് ആക്ട് ഉണ്ടാകുന്നത്, അതായത് വഖഫ് ആക്ട് ഉണ്ടാകുന്നത്. അതാണ് എന്താകുന്നത് വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ സംവിധാനം യഥാർത്ഥത്തിൽ വരുന്നത് 54 സ്വാതന്ത്ര്യത്തിന് ശേഷം മാത്രമാണ്. അതിന്റെ മുമ്പുള്ള സംവിധാനമൊക്കെ ഇതിനുള്ള ഒരു എഫക്റ്റീവായ സംവിധാനം കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരുന്നു. പക്ഷെ അത് കണ്ടെത്തുന്നത് യഥാർത്ഥത്തിലാണ് 54. 54 സംവിധാനത്തിൽ തന്നെ ഒരുപാട് അപാകതകളും ലിമിറ്റേഷൻസും ഉണ്ട് എന്നുള്ളത് എന്താകുന്നുണ്ട് പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ വീണ്ടും എന്താകുന്നുണ്ട്, വീണ്ടും വഖഫ് ആക്ട് ഉണ്ടാകുന്നത് 95. അപ്പോൾ ഇതും എന്താകുന്നില്ല, പൂർണ്ണമല്ല, അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് എന്നുള്ളത് സച്ചാർ കമ്മിറ്റി പഠനങ്ങളൊക്കെ കാണിക്കുന്നതിനെ തുടർന്നാണ് എന്താകുന്നത് 2013 വീണ്ടും അമെൻമെന്റ് ചെയ്യുന്നത്. അതായത് ഇതിപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർവിഷൻ സ്ട്രക്ചറാണ്. കാരണം ഇത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പുതിയൊരു മെക്കാനിസമാണ്. അത് ഒരു നൂറ്റാണ്ടുകളായിട്ട് പിന്നെ അതായത് 1-2 നൂറ്റാണ്ടുകളായിട്ട് ഇപ്പോഴും വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേൽനോട്ട സംവിധാനമാണ്. അത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും അതുപോലെ തന്നെ മുത്തവല്ലിമാരുടെ പ്രതിനിധികളൊക്കെ കൂടിയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ബോഡി എന്നുള്ളതാണ് എന്താക്കുന്നത് വഖഫ് ആക്ടുകൾ പറയുന്നത്. ആ ബോഡിയാണ് എന്താക്കേണ്ടത് ഇവരെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിന്റെ വഖഫ് ആക്ട്. ബോർഡുകൾ ഉണ്ടാവുന്നതൊക്കെ ഈ ഒരു ടൈം പീരീഡ് 54 ആക്ട് പ്രകാരമാണ് എന്താക്കുന്നത് വഖഫ് ആക്ട്. 32 എണ്ണവും അങ്ങനെ തന്നെ അങ്ങനല്ല, ഓരോന്നും അങ്ങനെ പിന്നീട് വികസിച്ച് വന്നിട്ടുള്ളതാണ്. അതായത് കേരളത്തിലൊക്കെ പിന്നെയും കാരണം കേരളം ഉണ്ടാവുന്നത് തന്നെ 56 അതായത് ഈ മലബാർ, തിരുവിതാംകൂർ, തിരുക്കൊച്ചി അങ്ങനെ 3 കൂടി ചേർന്നിട്ടുള്ള വഖഫ് സംവിധാനം ഉണ്ടാകുന്നത് 60-കൾക്ക് ശേഷമാണ്. അപ്പോൾ 3 കൂടി എല്ലാത്തും കൂടി ഒരൊറ്റ വഖഫ് ബോർഡ് എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായി വരുന്നത് പിന്നീടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതില് ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള എല്ലാ അമെൻമെന്റ് ബില്ലുകളും അതിന്റെ ലിമിറ്റേഷൻസും അപാകതകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അതിന്റെ ഒരു സുഗമമായ നടത്തിപ്പിന് സപ്പോർട്ടീവ് ആയിട്ടാണ്. അതായത് ഇപ്പോഴുള്ള അമെൻമെന്റ് ബില്ലിന്റെ ഒരു രസകരമായ സംഗതി എന്ന് വെച്ചാൽ ഇത് നമ്മൾ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇത് കമ്മ്യൂണിറ്റികൾക്ക് കൊടുത്തു, അവരവർ നോക്കട്ടെ എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റിന്റെ പോളിസി. നോൺ ഇന്റർവെൻഷൻ, അതായത് കമ്മ്യൂണിറ്റി ആ സമൂഹങ്ങൾ അവരൊരു സൂപ്പർവിഷൻ സ്ട്രക്ചർ കണ്ടെത്തട്ടെ, അല്ലെങ്കിൽ ഒരു മേൽനോട്ട സംവിധാനം അവരുടേതായിട്ട് ഉണ്ടാക്കി വരട്ടെ. അപ്പോൾ ഇവരുടെ ഡിമാൻഡ് അനുസരിച്ചാണ് എന്താക്കുന്നത് ഹിന്ദുക്കളാണ് ആദ്യത്തിൽ തമിഴ്നാട്ടില് മദ്രാസിലാണ് എന്താക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ബോർഡ് സംവിധാനം, അതായത് ഈ ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ട് 1930-കളിൽ ഉണ്ടായി വരുന്നത്. അവരാണ് ബോർഡ് സംവിധാനം എന്ന് പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ട് ഉണ്ടാകുന്നത്. അത് അവരുടെ കാരണം തമിഴ്നാട്ടിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ കാണാം. അതും പഴയ ക്ഷേത്രങ്ങളും അതുപോലെ ഒരുപാട് സമ്പത്തുള്ള ക്ഷേത്രങ്ങളുമാണ്. അതിനാൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ എന്തായിരുന്നു സംരക്ഷിക്കുക, സൂപ്പർവിഷൻ ചെയ്യുക എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിരുന്നു. അതിനാൽ തന്നെ അവരാണ് ആദ്യമായിട്ട് എന്താക്കുന്നത് ബോർഡ് സംവിധാനം കണ്ടെത്തുന്നത്. അപ്പോൾ മുസ്ലിം സമൂഹം ഇതുപോലെ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു സമ്പ്രദായം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ അവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ബോർഡ് സംവിധാനം എന്നുള്ളത് മുസ്ലിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് മുസ്ലിങ്ങളിൽ ബോർഡ് സംവിധാനം വന്നു ചേരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും തെറ്റ് എന്ന് വെച്ചാൽ പോലെ പറയുന്ന ന്യായീകരണം, പുതിയ ബില്ലില് ന്യായീകരണമായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുക, സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുക എന്നാണ്. അപ്പോൾ ഇത് വഖഫ് ബോർഡിൽ സ്ത്രീകൾക്ക് അംഗമാകാൻ പറ്റൂല, അല്ലെങ്കിൽ മുത്തവല്ലി അങ്ങനത്തെ ഇതൊക്കെ ഞാൻ ഇത് പിന്നെ ഈ
നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയാണ്. അതായത് ഈ ഈ സൂപ്പർവിഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ വഖഫ് ആക്റ്റുകളൊക്കെ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മറ്റ് റിലീജിയസ് ആക്റ്റുകൾ, അല്ലെങ്കിൽ ഗുരുദ്വാര ആക്റ്റുകൾ, അല്ലെങ്കിൽ ചർച്ച് സംവിധാനം, ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സംവിധാനമൊക്കെ അല്ലെങ്കിൽ സൂപ്പർവിഷൻ സ്ട്രക്ചറൊക്കെ ഉണ്ടായിരുന്നത് അതത് കമ്മ്യൂണിറ്റികൾ പറയുകയും അവരുടെ കൺസെൻസോട് കൂടിയാണ്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു അമെൻമെൻറ്റ് ആക്ടിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതാരാണ് ഇതിൻ്റെ ആവശ്യക്കാർ, ആരാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. കാരണം എല്ലാ സമൂഹത്തിനും ഇന്ത്യയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ 26 അനുസരിച്ച് എന്തുണ്ട്, എല്ലാ സമൂഹത്തിനും അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടി മാനേജ് ചെയ്യാനും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള മൗലിക അവകാശമുണ്ട്. ഇത് എല്ലാ മതസമൂഹങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ ആ സമൂഹങ്ങൾക്ക് എന്തുണ്ട്, അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളും കണ്ടെത്തുക എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അതിനനുസരിച്ചാണ് എന്താക്കുക, സർക്കാർ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ മാറ്റം വരുത്തുക. പക്ഷേ ഇപ്പോഴുള്ള ഒരു അമെൻമെൻറ്റ് ആക്ടിന് മുസ്ലിങ്ങളെ എവിടുന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല ഇതുവരെ. അപ്പോൾ ആരാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് അറിയോ, വിഷ്ണു ശങ്കർ ജെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സമ്പലിലുള്ള വലിയ വിവാദങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വിഷ്ണു ശങ്കർ ജെയിനിൻ്റെ യൂട്യൂബിലുള്ള വീഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മില്യൺ കണക്കിനായിട്ടുള്ള വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ളതൊക്കെ അയാളാണ് ഇവിടുത്തെ വഖഫ് അമെൻമെൻറ്റിനും ആക്ടിനും വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വളരെ ഒരു പതിറ്റാണ്ട് മുമ്പേ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖനായിട്ടുള്ള ആൾ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇവരുടെ താല്പര്യം എന്തായിരിക്കും, വിഷ്ണു ശങ്കർ ജെയിനിൻ്റെ വഖഫ് അമെൻമെൻറ്റ് ആക്ട് എങ്ങനെയായിരിക്കും, അയാൾ വിഭാവന ചെയ്യുന്ന വഖഫ് മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം സമ്പൽ പള്ളി എന്താക്കണം, അയാൾക്ക് അമ്പലമാക്കണം. അയാൾക്ക് ഗ്യാൻവാപ്പി എന്താക്കണം, ഗ്യാൻവാപ്പി കേസിലും വക്കീൽ വിഷ്ണു ശങ്കർ ജെയിൻ തന്നെയാണ്. അതെന്താക്കണം, അതും അമ്പലമാണെന്നുള്ളത്. അതുമാത്രമല്ല ഒരുപാട് പള്ളികൾ എന്താണ്, ഇതൊക്കെ അമ്പലങ്ങളാണ് എന്നുള്ളതാണ് വിഷ്ണു ശങ്കർ ജെയിൻ വാദിക്കുന്നത്. അപ്പോൾ ഇത് അയാൾക്ക് എന്താക്കണം, ലീഗലി അത് എളുപ്പമാക്കുന്ന തരത്തിലുള്ള എന്താണ് ഒരു അമെൻമെൻറ്റിലെ അയാൾ സ്വാഭാവികമായിട്ട് പറയുക. കാരണം അയാളുടെ ഒരു സംഘപരിവാർ ആശയവും അതുപോലെ തന്നെ അയാൾ കൊണ്ടുവരുന്ന പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് എന്തല്ല, ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇതിനെ നിലനിർത്തുക എന്ന് പറയുന്നതല്ല. ഒരു പോസിറ്റീവ് പറയുന്നുണ്ടോ അതിൽ? അതായത് ഈ അമെൻമെന്റിലൂടെ ഇന്ന പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ അതിൽ? വഖഫിലെ അമെൻമെന്റ് വേണ്ടാന്നുള്ള ഒരു അഭിപ്രായക്കാരനല്ല ഞാൻ. അത് എങ്ങനെ, ആരാണ് അത് അമെൻമെന്റ്, കാരണം ഈ ഒരു പ്രോപ്പർട്ടി സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റിയുടെ, കാരണം നമ്മളുടെ ഇപ്പോൾ റിലീജിയസ് പ്രോപ്പർട്ടി എന്നുള്ള നിലക്കാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. അതായത് കമ്മ്യൂണിറ്റിക്ക് മൊത്തം ഉപകാരപ്പെടുന്ന പള്ളികൾ, മദ്രസകൾ, ദർഗകൾ, മക്ബറുകൾ. അപ്പോൾ ആ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് എഫക്റ്റീവായിട്ടുള്ള പിന്നെ മാനേജ്മെന്റ് സാധ്യമാകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ നിയമത്തിൽ വേണമെങ്കിൽ അവർ സർക്കാരിനെ സമീപിച്ചുകൊണ്ട് മാറ്റം വരുത്തുക എന്നുള്ളതാണ് എല്ലാ സമൂഹങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നിയമം അനുസരിച്ചാണ് എന്താക്കേണ്ടത്, അതിൻ്റെ മാനേജ്മെൻറ്റ് ഉറപ്പാക്കേണ്ടത്. അതിനാൽ തന്നെ അമെൻമെൻറ്റുകൾ എന്താണ്, അങ്ങനെ കമ്മ്യൂണിറ്റിയെ കൺസെൻസിൽ എടുത്തുകൊണ്ടുള്ള അമെൻമെൻറ്റുകൾ എന്താണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേങ്കിൽ ഇത് കൺസെൻസ് ഉണ്ടോ, അവരുമായിട്ട് പൂർണ്ണ സമ്മതത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്. ഇതിൽ ചില വകുപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ നീ നേരത്തെ പറഞ്ഞല്ലോ, സഫം പറഞ്ഞല്ലോ, പിന്നെ ഈ സ്ത്രീകളെ ഉൾപ്പെടുത്തുക. യഥാർത്ഥത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിൽ ഇപ്പോഴുള്ള 95 ആക്ടിൽ തന്നെ എന്തില്ല, യാതൊരു പ്രതിബന്ധതകളും ഇല്ല. അവർ ഉൾപ്പെടുത്തുന്നതിൽ എന്തില്ല, അത് സ്ത്രീകൾ ഉൾപ്പെടുത്താം. ഉൾപ്പെടുത്താം. ശരിയ പ്രകാരവും മുത്തവല്ലി ആകുന്നതിൽ സ്ത്രീകൾക്ക് ഒരു വിലക്കുമില്ല. അപ്പോൾ അവരുടെ സൂപ്പർവിഷൻ സ്ട്രക്ചറിലേക്കൊന്നും സ്ത്രീകൾ ഉൾപ്പെടുന്നതിൽ ഇസ്ലാമികപരമായിട്ടും നിയമപരമായിട്ടും ഇപ്പം നിലനിൽക്കുന്ന 95 ആക്ട് പ്രകാരവും എന്തില്ല, യാതൊരു തടസ്സവും ഇല്ല. പിന്നെ അത് വീണ്ടും എന്താകാണ്, എക്സ്പ്ലിസിറ്റ് ആയിട്ടൊന്നും കൂടി പറയുകയാണ്. അത് സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അതിനെ എതിർക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു എതിർക്കുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇൻക്ലൂഷൻ ഓഫ് നോൺ മുസ്ലിംസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതായത് രണ്ടാളുകൾ ഈ ഒരു ബോർഡിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ രണ്ടും നോൺ മുസ്ലിം വരിക, പ്രാതിനിധ്യം ഉണ്ടാവുക ഈ വഖഫ് ബോർഡിലല്ലേ. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സമൂഹങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് കാലം മുതൽ ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അതത് സമൂഹങ്ങൾ പരിപാലിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡുകളിലൊക്കെ ഹിന്ദു മാത്രമാവണം എന്നുള്ളത് പല ഇതിലും എഴുതി വെച്ചിട്ടുണ്ട്, അവർ ഹിന്ദു ആവണം എന്നുള്ളത്. പക്ഷെ വഖഫ് ആക്ടുകളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും കാരണം അവരാണ്, ആ കമ്മ്യൂണിറ്റിയാണ് എന്താക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1653 അല്ല 63 863 ബ്രിട്ടീഷുകാരുടെ ഒരു വിഭാവന തന്നെ എന്താണ്, അതത് സമൂഹങ്ങൾ പരിപാലിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ പ്രോപ്പർട്ടീസിനും, എല്ലാ കമ്മ്യൂണിറ്റീസിൻ്റെ പ്രോപ്പർട്ടീസിനും എന്താണ് ബാധകമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അവരാണല്ലോ ഈ പ്രോപ്പർട്ടിയെ എന്താക്കുന്നത്, അനുഭവിക്കുന്ന കമ്മ്യൂണിറ്റി എന്നുള്ള നിലക്ക് അവർ സംരക്ഷിക്കട്ടെ എന്നുള്ള ഒരു സംവിധാനമാണുള്ളത്. അപ്പോൾ ഇതിൽ
ഇത് തിരിച്ചാലോചിച്ച് നോക്കിയാൽ ദേവസ്വം ബോർഡിൽ നോൺ മുസ്ലിംസിന്, അതായത് നോൺ ഹിന്ദുസിനെ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ സഭകളാണല്ലോ അവരുടെ ക്രിസ്ത്യാനികളുടെ പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഒരു സഭയിൽ ഒരു മുസ്ലിമോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ കരിച്ചില്ലോ എന്ന് പറയുന്നത്, അപ്പോൾ അത് യഥാർത്ഥത്തിൽ ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. അതിൽ പിന്നെ പറയുന്ന ഒരു സാധനമാണ് ഈ വഖഫ് ബൈ യൂസർ എന്നുള്ള സാധനം എടുത്തു കളയാണ്. അപ്പൊ ബേസിക്കലി വഖഫ് ബൈ യൂസർ എടുത്തു കളഞ്ഞാൽ എന്താണ് വഖഫ് ബൈ യൂസർ? എടുത്തു കളഞ്ഞാൽ എന്താ പ്രശ്നം? അതായത് വിഷ്ണു ശങ്കർ ജെയിനാണ്, ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ മുംബൈയിലെ യൂട്യൂബ് വീഡിയോകൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ത്, അയാൾ ഈ വഖഫ് അമെൻമെന്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ്. അയാളുടെ മുമ്പുള്ള ആവശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് എന്ത്, വഖഫ് ബൈ യൂസർ ഒഴിവാക്കണം എന്നുള്ളത്. എന്താണ് വഖഫ് ബൈ യൂസർ? അത് ട്രസ്റ്റ് ലോയിലുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ടൂളാണ്, ഒരു ലീഗൽ ടൂളാണ്. ഒരു പ്രോപ്പർട്ടിയുടെ നാച്ചർ തീരുമാനിക്കാനുള്ള, അതായത് നമ്മളെ കയ്യിൽ എല്ലാ പഴയ പ്രോപ്പർട്ടികളുടെയും ഡോക്യുമെൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് നിർണ്ണയിക്കുക? അപ്പോൾ എല്ലാം എഴുതപ്പെട്ട രേഖകളും അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷനും ഒന്നും ബാക്കി വെച്ചുകൊണ്ടായിരിക്കില്ല പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും ഒന്നും എന്താകുന്നത് പണ്ട് മുതലേ നമുക്ക് കൈമാറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള എല്ലാ ചാരിറ്റബിൾ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ ട്രസ്റ്റ് പ്രോപ്പർട്ടീസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ത്, യൂസർ. അതെങ്ങനെയാണ് മുമ്പേ ഉപയോഗിച്ച് വന്നത്. അപ്പോൾ അതിന്റെ ഒരു സ്വഭാവം, അതിന്റെ ഒരു ചരിത്രം മനസ്സിലാക്കിയിട്ട് എന്താക്കുകയാണ്, ആ പ്രോപ്പർട്ടിയെ അതിനെ നിർണ്ണയിക്കുകയാണ്. അപ്പോൾ ഈ വിഷ്ണു ശങ്കർ ജെയിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഗ്യാൻവാപ്പി അങ്ങനെ യൂസർ ആണല്ലോ. ഗ്യാൻവാപ്പി എന്ന് പറയുന്നത് എന്താണ്, ഒരു വഖഫ് ബൈ യൂസറാണ്. സമ്പൽ എന്ന് പറയുന്നത് 400 കൊല്ലമായിട്ട് യൂസർ ആയിട്ടുള്ള വഖഫാണ്. അപ്പൊ ആ ഒരു സങ്കല്പം ആ ഒരു സങ്കല്പം എന്താണ് നിയമത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അതിനകത്ത് തന്നെ ഇതങ്ങ് എടുത്തു മാറ്റി കളയുന്നത്. അപ്പോൾ ഇവിടെയുള്ള അമ്പലങ്ങളൊക്കെ യൂസർ ആയിട്ടല്ലേ ഇവിടെയുള്ള എല്ലാവരും ആധാരം എഴുതി കറക്റ്റ് പിന്നെ പ്രിന്റഡ് ആയിട്ടുള്ള സംഗതിയൊക്കെ ആയിട്ടാണോ 1000 കൊല്ലം മുമ്പിട്ട് അമ്പലങ്ങൾ ഉണ്ടാക്കി? അതിൽ പറയുന്നുണ്ട് 52% ഈ പ്രോപ്പർട്ടികളൊന്നും അതിനൊന്നും ഒരു രജിസ്ട്രേഷനോ കൃത്യമായ ഡീഡുകളൊന്നും ഇല്ല. പഴയ സമൂഹങ്ങൾ ശരീരത്തിൽ ഫിക്കിലെ സംബന്ധിച്ചിടത്തോളം ഓറൽ, അതായത് ഒരാൾ വാക്കാൽ പറഞ്ഞാൽ മതി. ഈ എഴുത്ത് സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആധുനികമായിട്ടുള്ള ഒരു സമ്പ്രദായമല്ലേ. അപ്പോൾ അത് സാധാരണക്കാരനായിട്ടുള്ള ഒരു വാക്കിഫ് അല്ല, പണ്ട് അങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് വാഴ്ച പിടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ മറ്റു പ്രോപ്പർട്ടീസിൻ്റെ കാര്യത്തിലും എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താക്കുന്നത്, അതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കാൻ നിയമത്തിൽ ഉപയോഗിക്കുന്ന ടൂളുകളാണ് എന്ത്, അതിൻ്റെ യൂസ് നോക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പൊസഷന് പരിശോധിക്കുക എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നിയമ ഒരു സംവിധാനത്തിൻ്റെ ഒരു രഹസ്യമാണ്. അതായത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ചെന്നായ ഈ ആടിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ പറയണം എന്തിനാ പിടിച്ചു കൊണ്ടുപോകുന്നത്. ചെന്നായ പിടിച്ചു കൊണ്ടുപോകുന്നത് തിന്നാൻ തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും. അതാണ് നിങ്ങൾ ഈ വഖഫ് അമെൻമെന്റ് ബില്ലിലുള്ള അതിന്റെ വഖഫുകളും അതിന്റെ വകുപ്പുകളും കാര്യങ്ങളും ഒന്നും വല്ലാതെ ചർച്ച ചെയ്യുന്നതിന് ഇത് ആരാണ് ഇത് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ താല്പര്യം കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഇത് ആരാണ്, എന്തുകൊണ്ട് വിഷ്ണു ശങ്കർ ജെയിൻ എന്താവുന്നു വഖഫ് അമെൻമെന്റിൽ ബില്ലിന്റെ വലിയ വക്താവുന്നു? അത് തന്നെ കൃത്യമായിട്ട് എല്ലാം റിവീൽ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇതിനപ്പുറം ഇപ്പോൾ അമൻ ബില്ലിനപ്പുറം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള വേറൊരു കാരണം ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ചാണ്. മുനമ്പം ഫറൂഖ് കോളേജ് ഇഷ്യൂവിനെ കുറിച്ചൊക്കെ അപ്പോഴാണ് കുറച്ചും കൂടി ഇപ്പൊ നമ്മൾ സംസാരിച്ചതൊക്കെ ഒരു ഇപ്പൊ തുർക്കിഷ് ട്രഡീഷൻ എങ്ങനെയായിരുന്നു, ഇന്ത്യയിലേക്ക് വന്നപ്പോ എങ്ങനെയായിരുന്നു, അതിന്റെ എലമെന്റ്സുകൾ, പണ്ടത്തെ വഖഫുകൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കേരളത്തില് വഖഫിന്റെ ചരിത്രം എങ്ങനെയായിരുന്നു, എങ്ങനെയായിരുന്നു കണ്ടിരുന്നു ആൾക്കാര്? ഇങ്ങനെ ഇപ്പൊ ഈ മദ്ഹബിന്റെ ഇഷ്യൂസ് നമ്മള് വഖഫിൽ കുറെ മാറ്റങ്ങൾ, അതായത് ഷാഫി മദ്ഹബാണല്ലോ. അപ്പൊ അനഫി മദ്ഹബിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറെ നിയമത്തിൽ ഫിഖ് പ്രകാരമായിട്ട് എന്തുണ്ട്, ഷാഫി മദ്ഹബിൽ വഖഫുമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അതിനാൽ തന്നെ നമ്മളുടെ വഖഫ് എന്ന് പറയുന്നത് എന്താണ്, ഷാഫി മദ്ഹബുമായിട്ട് ചേർന്നിട്ടുള്ള. നിങ്ങൾ പഴയ ആധാരങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഷാഫി വഖഫുകൾ എഴുതുന്നത് വ്യത്യസ്തമായിട്ടാണ്. അത് കുറച്ചും കൂടി എന്താണ്, അത് വളരെ കൃത്യപ്പെടുത്തിയിട്ട്, അതായത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഡീഡ് ഉണ്ട് കിതാബിൽ, ഏതൊരു കിതാബിലുണ്ട്. അതിന്റെ രൂപത്തിലാണ് എന്താകുന്നത് കേരളത്തിലുള്ള ഡീഡുകളൊക്കെ എന്താക്കില്ല, മലയാളത്തിലും അറബി മലയാളത്തിലൊക്കെ കാണാം. ആ രൂപത്തിൽ തന്നെയാണ് എന്താക്കിയുള്ളത് എഴുതപ്പെട്ടത്. ഇതിന്റെ അൾട്ടിമേറ്റ്, അതായത് ഒരാള് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബെനിഫിഷ്യറീസ്, അതായത് ഒരു കോളേജിന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ കോളേജിന് കഴിഞ്ഞാൽ പിന്നെ അതാർക്ക് പോകണം എന്നൊക്കെ എന്താക്കിയിട്ടുണ്ടാവും, കൃത്യപ്പെടുത്തിയിട്ടുണ്ടാവും. അത് പാവങ്ങൾക്ക് പോകണം, പിന്നെ അതിൻ്റെ മുത്തവല്ലി എന്താക്കണം, ജമാഅത്തിന് കൊടുക്കണം. അങ്ങനെ അത് ഞാൻ പഴയ ഡീഡുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അതെന്താക്കണം, കുറച്ചും കൂടി വളരെ
പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡീഡ് തന്നെയാണ് എന്താക്കിയിട്ടുള്ളത് ഷാഫി മദ്ഹബ് പ്രകാരം നമ്മുടെ നാട്ടിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. എഴുതപ്പെട്ട വകുപ്പുകൾ വ്യാപകമായി ഉണ്ട് എന്നല്ല പറയുന്നത്, എഴുതപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വകുപ്പുകൾ നമ്മൾ ഇവിടെയുള്ള വകുപ്പുകളിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മൾ എന്ന് പറയുന്നത് അത്ര ഒരു മുസ്ലിം റൂൾ ഉണ്ടായിരുന്ന ഒരു 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 പ്രദേശമല്ല അത്രത്തോളം. പ്രത്യേകിച്ച് ട്രേഡേഴ്സും അവരൊക്കെ മർച്ചൻസും ഒക്കെ എന്താക്കിയിട്ടുള്ളതാണ്, വന്നു കയറുകയും അവർ രാജാവിൽ നിന്നൊക്കെ എന്താക്കിയിട്ടുള്ള ഭൂമി വാങ്ങിയിട്ട് വഖഫ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള അവരുമായിട്ട് നല്ലൊരു റിലേഷൻ നിന്നിരുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ സാമൂതിരിയും അതുപോലെ തന്നെ മറ്റ് നാടുവഴികളൊക്കെ ആയിട്ടും. അപ്പോൾ അവരും എന്താക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഷാഫി മദ്ഹബിൽ ഹനഫി മദ്ഹബിൽ അത്രത്തോളം എന്തില്ല, ഈ മുസ്ലിങ്ങളിൽ നിന്ന് ദാനം സ്വീകരിക്കുന്നതിൽ എന്തില്ല, അത്ര പ്രശ്നമില്ല. അതേസമയം ഹനഫി മദ്ഹബിൽ എന്തുണ്ട്, ചില പള്ളി പോലുള്ള കാര്യങ്ങൾക്ക് എന്തായിരിക്കണം, മുസ്ലിങ്ങളിൽ നിന്ന് മാത്രമേ ദാനം സ്വീകരിക്കാവൂ എന്നുള്ള നിബന്ധനയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഷാഫിയിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടാണുള്ളത് എന്ത്, ദാനം സ്വീകരിക്കുക എന്നുള്ളത്. അതിനാൽ തന്നെ നമ്മളുടെ സമൂഹങ്ങളിലൊക്കെ എന്തുണ്ട്, മറ്റു അതായത് നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളിൽ നിന്നൊക്കെ ദാനം സ്വീകരിക്കുകയും അതുപോലെ തന്നെ അങ്ങനെ സ്വീകരിച്ചിട്ടുള്ള ഭൂമി കൊണ്ട് പള്ളിയും അതുപോലെ തന്നെ മക്ബറകളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമ്മളിപ്പോൾ ഏറ്റവും പഴയതായിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണെങ്കിൽ മുച്ചുന്തി ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ മുച്ചുന്തി പള്ളിയുടെ മുന്നിൽ പോയി കഴിഞ്ഞാൽ അതൊരു യഥാർത്ഥത്തിൽ ഒരു വഖഫ് റെക്കോർഡാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ അതിൽ അറബിയും വട്ടയത്തിലും എഴുതിയിട്ടുള്ള റെക്കോർഡ്സുകൾ ഫുള്ള് വായിച്ച് ഇതായില്ലല്ലോ. വായിച്ചിട്ടുണ്ട്. മഹമ്മൂദ് കുരിയൊക്കെ വായിച്ചിട്ടുണ്ട്. മഹമ്മൂദ് കുരിയും അതുപോലെ തന്നെ MGS ഒക്കെ അത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അത് വളരെ അറബിയിലും വട്ടയത്തിലും. വട്ടയത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഫോമാണ്, എഴുത്ത് രൂപം. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ അതൊരു ഒരു പിന്നെ ഒരു ട്രേഡർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് എന്താക്കുകയാണ്, ഒരു മസൂദിന്റെ ഒരു അത്തീഖ് എന്നുള്ള ടേമാണ് ഉപയോഗിക്കുന്നത്. അത്തീഖ് അതായത് ഫ്രീഡ് സ്ലൈവ്, സ്വതന്ത്രമാക്കപ്പെട്ട ഒരു അടിമ. അതായത് അന്ന് അടിമ 13-14 നൂറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭയങ്കര എലൈറ്റ് ആയിട്ടുള്ള സ്ലൈവ്സ്, അതായത് മംലൂക്കുകൾ ഈജിപ്റ്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഈ സൽത്താനേറ്റ് ഇവിടെയുള്ള അടിമ രാജാക്കന്മാർ നിലനിൽക്കുന്ന, അതായത് അടിമ എന്ന് പറയുന്നത് എന്താണ്, വളരെ എലൈറ്റ് ആയിട്ടുള്ള അടിമകൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്താകുന്നത് അന്നത്തെ ഒരു വഖഫ് ഉണ്ടാകുന്നതെന്ന് പറയാം. അപ്പോൾ ട്രേഡേഴ്സ് ആയിട്ട് ഇത്തരത്തിലുള്ള എലൈറ്റ് ആയിട്ടുള്ള സ്ലൈവുകൾ വന്നിരുന്നു കേരളത്തിൽ. ഇത് ഏത് കാലത്താണ്? അപ്പൊ 13-14 നൂറ്റാണ്ടിലാണെന്നാണ് പറയുന്നത്. അതാണോ ഫസ്റ്റ് കേരളത്തിലുള്ള ചരിത്രത്തിൽ? അത് ഒരു ഏറ്റവും പഴയതായിട്ടുള്ള ഒരു വഖഫ് ഇൻസ്ക്രിപ്ഷൻ ആയിട്ട് അതിനെ നമുക്ക് വായിക്കാൻ കഴിയും. അതിൽ പറയുന്നുണ്ട് എന്ത്, അയാള് രാജാവിൽ നിന്ന് സാമൂതിരിയിൽ നിന്ന് ഭൂമി വാങ്ങിയിട്ട് എന്താക്കുകയാണ്, അത് പള്ളി ഉണ്ടാക്കുകയാണ് എന്നുള്ളത്. അയാൾ വില കൊടുത്ത് വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കുകയാണ് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ അതിലെന്തുണ്ട്, സാമൂതിരി ഏതോ അടുത്തുള്ള ഒരു സ്ഥലത്ത് എന്താക്കിയിട്ടുണ്ട്, ഭൂമി കൊടുത്തിട്ടുണ്ട് ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയിട്ട്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, അതിന്റെ ഒരു റവന്യൂ, അതിന്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു വഖഫ് എന്നുള്ള അർത്ഥത്തിൽ എന്താക്കുന്നുണ്ട്, കുറച്ച് അതിനൊരു ദാനം എന്നുള്ള നിലക്ക് എന്താക്കുന്നുണ്ട്, സാമൂതിരി കുറച്ച് ഭൂമി അലോട്ട് ചെയ്തതായിട്ട് എന്തുണ്ട് കാണുന്നുണ്ട്. അത് ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്ന മുസ്ലിങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ മറ്റു നാട്ടിലുള്ള മറ്റു സമൂഹങ്ങളുമായിട്ടൊക്കെ നിലനിന്നിരുന്ന ഒരു രൂഢമായിട്ടുള്ള ഒരു ബന്ധത്തെയും കൂടി എന്താക്കുന്നുണ്ട്, വഖഫിന്റെ ചരിത്രം എന്താക്കുന്നുണ്ട്, കാണിച്ചിരുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ അത്രയും കാലം മുതൽ ഉണ്ട് വഖഫ് ഇവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഈ കേൾക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ വഖഫ് ഭൂമി കൃത്യമായിട്ട് പരിപാലിക്കാത്തോണ്ടും അത് മറച്ചു വെക്കുന്നു, അങ്ങനെ കുറെ കേസുകളൊക്കെ സംഭവിക്കുന്നു. അപ്പൊ ഇതില് പ്രതികളായിട്ടുള്ളത് ഇവിടുത്തെ അധികാരി വർഗമാണ്, മാനേജ് ചെയ്യുന്ന പള്ളികളാണ്, ഈ പള്ളി കമ്മിറ്റികളാണ്. ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ വരാൻ അതിന്റെ ഒരു കാരണം എന്താ? ഇങ്ങനെ റീസെന്റ് ആയിട്ട് ഇത് കൊണ്ടുവരപ്പെടാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർഷൽ എച്ച് ഓക്സ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരനുണ്ട്. വെഞ്ചർ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള 3 വോളിയംസ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ചരിത്രമായിട്ട് പറയപ്പെടുന്ന ആ പുസ്തകത്തിൽ വഖഫിനെ വിശേഷിപ്പിക്കുന്നത് മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാമിക് സൊസൈറ്റീസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മുസ്ലിം സമൂഹത്തിന്റെ അതിന്റെ ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്, വഖഫാണ് നൽകിയത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമുദായം അല്ലെങ്കിൽ സമൂഹം, മുസ്ലിം സമൂഹം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അതിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള അതിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടിയാണ് എന്ത്, വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മുച്ചുന്തി മിസ്കാൽ പള്ളിയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അതൊരു 10-800 കൊല്ലായില്ലേ. പക്ഷെ നമ്മൾ ജീവിക്കാൻ ഒരു 600 കൊല്ലല്ലേ, 600 കൊല്ലം. 600 എന്ന് പറയുന്നത് 60 കൊല്ലം, വളരെ തുച്ഛമായിട്ടുള്ള 60. അത് തന്നെ വളരെ അപൂർവ ആൾക്കാരെ അത്രയൊക്കെ ആയുസ് കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ
ആ പള്ളി നമ്മളിപ്പോഴും നിസ്കരിക്കുന്നില്ലേ? അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അത് കൈമാറി അതിൻ്റെതായിട്ടുള്ള പരിപാലനം കൊണ്ടല്ലേ എന്താകുന്നത്, അത് സർവൈവ് ചെയ്ത് പോരുകയും അവിടെ ഇപ്പോഴും നമസ്കാരം എന്നുള്ള ഒരു സൽക്രമം നടക്കുകയും ചെയ്യുന്നത്. ആ ഒരു വാക്കിഫിന്റെ പണ്ട് കൊടുത്തിട്ടുള്ള ആ ഒരു അടിമയായിട്ടുള്ള ഒരു ട്രേഡറിന്റെ ഒരു നീയത്ത് എന്താകുന്നത്, നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സമൂഹങ്ങൾ ആ 800 കൊല്ലമായിട്ട് എന്താകുകയാണ്, അവിടെയുള്ള മുസ്ലിം സമൂഹം അതിനെ പരിപാലിക്കുന്നുണ്ടല്ലേ, അവിടെയുള്ള മുത്തവല്ലികൾ അതിൻ്റെതായിട്ടുള്ള കെയർ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള വഖഫ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സമുദായം എന്താകുന്നത്, നിലനിന്ന് പോകുന്നത്. അതിനാൽ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്, ആ പ്രോപ്പർട്ടി നിലനിർത്തുക എന്നുള്ള ബാധ്യത ഉണ്ട്. നമ്മൾ ഈ ചരിത്രഘട്ടത്തിൽ ഒരു ഇസ്ലാമിക ചരിത്രത്തിൽ ഏതോ ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുന്ന ഒരു സംഘം മാത്രമാണ്. നമ്മളെ പൂർവികർ കടന്നു പോയിട്ടുണ്ട്, ഇനിയും നമുക്ക് ശേഷം ഒരുപാട് ആൾ കടന്നു പോകും. അപ്പോൾ അതിനാൽ തന്നെ ഇത് ശരീഅത്ത് അനുസരിച്ചും അതുപോലെ തന്നെ പിന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരു മൊറാലിറ്റി അനുസരിച്ചും എന്താണ്, അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. അത് ഞാൻ പറയുന്നത് എല്ലാവരും നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂഹമാണെന്നല്ല, പക്ഷെങ്കിൽ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, ഒരു പ്രത്യേകിച്ച് ആ ഒരു പൊതു മുതലുകളിൽ എന്തുണ്ട്, മുസ്ലിം സമൂഹത്തിന് വേണ്ടിയൊക്കെ നേർച്ചയാക്കപ്പെട്ടില്ല അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ടുള്ള പള്ളികൾ, മദ്രസകൾ, ഇതുപോലുള്ളൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എന്താക്കണം, നിലനിർത്തുക എന്നുള്ളത് ഒരു ബാധ്യതയാണ്. ആ ബാധ്യത എത്രത്തോളം നിലനിർത്തുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും എന്തുണ്ട്, നമ്മളുടെ ഒരു ചരിത്രപരമായിട്ടുള്ള നമ്മളുടെ ഒരു സ്ഥാനം ചരിത്രത്തിലുള്ള. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു പ്രസൻസും കൂടിയാണ് വഖഫൊക്കെ ഉണ്ടാവാന്ന് പറയുന്നത്. അല്ലെങ്കിൽ വഖഫ് എന്ന് പറയുന്നത് പള്ളികളൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രസൻസ് ആണ് മനസ്സിലാക്കുന്നത്. അതാണ് അതായത് വഖഫുകൾ ഉണ്ടാവുന്നത്. അതായത് ഇപ്പം സ്പെയിൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് വളരെ സുവർണ, അതായത് ഗോൾഡൻ ആയിട്ടുള്ള ഒരു മുസ്ലിം പ്രതാപത്തിന്റെ ഒരു സ്ഥലമായിട്ടൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ അവിടെ ആ പ്രോപ്പർട്ടികളൊന്നും ഇല്ലല്ലോ. ആ പ്രോപ്പർട്ടികളൊക്കെ പലതായിട്ടും മാറ്റപ്പെട്ടു, ചർച്ചുകളായിട്ട് മാറ്റപ്പെട്ടു, കത്തീഡ്രലുകളായിട്ട് മാറ്റപ്പെട്ടു. അങ്ങനെ അവിടെയുള്ള സമൂഹം എന്തായി, ഇല്ലതായി. ആ സമൂഹവും പ്രോപ്പർട്ടിയും എന്താണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ അതിനാൽ തന്നെ എന്തുണ്ട്, പ്രോപ്പർട്ടി നിലനിന്നില്ല സമൂഹം ഉണ്ടാവില്ല, സമൂഹം ഇല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. ഇത് രണ്ടും എന്താണ്, മ്യൂച്വലായിട്ടാണ് എന്താകുന്നത്, നിലനിന്ന് പോകുന്നത്. ഈ അപാകതകൾ എപ്പോഴും ചരിത്രത്തിലുണ്ടാവും. കേരള ചരിത്രത്തിൽ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടി ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്. നമുക്ക് അതിന്റെ എന്തല്ല, അത് എപ്പോഴും എന്തുണ്ട്, മനുഷ്യന്മാർ എന്ന് പറയുന്നത് ദുർബലതകൾ ഉണ്ട്, പലതരം ദുർബലകളുണ്ട്. നോക്കിയോളൂ, അതിൻ്റെതായിട്ടുള്ള മിസ്റ്റേക്കുകൾ പലപ്പോഴും ഉണ്ടാവും. അതിനാൽ അത് കറക്റ്റ് ചെയ്യും. മാനേജ് ചെയ്യാനുള്ള അവകാശമാണ് എല്ലാവർക്കും ഉള്ളത്. മിസ്മാനേജ് ചെയ്യാനുള്ള അവകാശം ആർക്കും എന്തായില്ല. ഇത് അള്ളാഹുവിൽ മുതലേ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മുതലിനോട് കൂറു പുലർത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും ബാധ്യത. അതെന്തില്ല, മിസ്മാനേജ് ചെയ്യാന്നുള്ള റൈറ്റ് ആർക്കും ഇല്ല എന്നുള്ളതാണ്. കേരളീയ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ഈ മിസ്കൺസെപ്ഷൻസ് ആണ് കൂടുതലുള്ളത്. ഈ വഖഫിനെ കുറിച്ചുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റുകളാണ് ഏറ്റവും വലിയ പ്രശ്നം തോന്നുന്നുണ്ട്. ഒരുപാട് മിസ്കൺസെപ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ മിസ്കൺസെപ്ഷനിൽ ഇപ്പൊ റീസെന്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഈ മുനമ്പം ഫറൂഖ് ഇഷ്യൂ. ഞാൻ ഇപ്പോഴും നോക്കി എനിക്ക് ഒരുപാട് ഇത് ഭയങ്കര കോംപ്ലക്സ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ അവിടെ ഇതാക്കുന്നത് ശരിക്കും എന്താണ് സംഭവിച്ചെന്ന്. മുനമ്പ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡിസ്പ്യൂട്ടാണ്. അത് കോടതി ഇടപെട്ടിട്ടുള്ളതാണ്. മുമ്പേ തന്നെ നിയമപരമായിട്ട് അത് കോടതിയിൽ ഇടപെടുകയും പല തീരുമാനങ്ങൾ വരികയും അതുപോലെ തന്നെ റവന്യൂ റെക്കോർഡുകളിൽ കൃത്യമായിട്ടുള്ള റെക്കോർഡുകളിലൊക്കെ ആയിട്ടുള്ള ഒരു ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. അതിൽ തർക്കം എന്ന് വെച്ചാൽ ആ ഒരു നിയമപരമായ ഇഷ്യൂ എന്തുകൊണ്ട് എന്താകുന്നു, അത് കോർട്ടിന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. അത് എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നു കോർട്ടിന് പുറത്ത്? മുനമ്പ പ്രശ്നം എന്ന് പറഞ്ഞാല് വളരെ മുമ്പേ ഉള്ള ഒരു അതായത് അത് സേട്ട് എന്ന് പറയുന്ന ആള് പിന്നെ അത് 50കളിൽ 48 50 എന്താക്കുന്നത് വഖഫാക്കിയിട്ട് ആധാരം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം 60കളിലൊക്കെ എന്തൊക്കെയോ വിഷയം ഉണ്ടാവുകയും അങ്ങനെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ അന്ന് കേരള സർക്കാരിലുള്ള നിയമസഭയിലുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ടല്ലോ, അത് വഖഫ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിയമപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോർട്ടിന്റെ കീഴിലുള്ള കോർട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വഖഫുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ടാണ്. അതിൽ ഏത് പാർട്ടികളും കോടതിയിൽ പോയിട്ട് അവരുടെ വാദം പറയുകയും അതിലെന്താക്കുകയും ചെയ്യുക, ആ പ്രോപ്പർട്ടി ക്ലെയിം അവർക്കുണ്ടെങ്കിൽ അത് തെളിയിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്താക്കേണ്ടിയില്ല. കാരണം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഡോക്യുമെന്റ്സുകൾ ഇതൊക്കെ എന്താക്കുകയും ചെയ്യും, വിശകലനം ചെയ്യപ്പെടുകയും ഒരു തീരുമാനം കിട്ടുകയും ചെയ്യും. ഇത് മറ്റൊരാളുടെ മുതലാണെങ്കിൽ അതൊരിക്കലും എന്താവില്ല, വഖഫായിട്ട് മാറൂലല്ലോ. കാരണം വഖഫ് ആവണമെങ്കിൽ ശരീഅത്ത് പ്രകാരവും ഇന്ത്യൻ നിയമപ്രകാരവും ഒക്കെ അതിലെന്താണ്
അയാളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി ആയിരിക്കണം. അതാവുമ്പോൾ മാത്രമേ എന്താകുള്ളൂ, അയാൾക്ക് രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ. അതാകുള്ളൂ. എന്നാൽ കോടതികളിലും അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട്, നിസാർ കമ്മിറ്റി റിപ്പോർട്ടുകളിലും അതുപോലുള്ള മറ്റ് റെക്കോർഡുകളിലും ഒന്നും എന്തില്ല, ഇത് വഖഫാണെന്നതിൽ യാതൊരു സംശയവും എന്താകുന്നില്ല, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഇതിലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെ ഈ കോടതിയിൽ തന്നെ കേസ് ചലിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായല്ലോ. അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, മുൻപത്ത് മാത്രമല്ല, കർണാടകയില്, തമിഴ്നാട്ടില് ഈ ലീഗൽ ഡിസ്പ്യൂട്ടുകൾ ഭയങ്കരമായിട്ട് എന്താകുകയാണ്, ഈ വഖഫ് അമെൻമെന്റിന്റെ ബില്ലിന്റെ സാഹചര്യത്തിൽ എന്താകുകയാണ്, അത് ഭയങ്കരമായിട്ട് പബ്ലിക്കിൽ ഇട്ടിട്ട് എന്താക്കുകയും അലക്കുകയും അതിലൂടെ ചില താല്പര്യർ, അതായത് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആകുമ്പോൾ അതിലെങ്ങനെയായാലും എന്തുണ്ടാവും, ആ ഡിസ്പ്യൂട്ടിലുള്ള കമ്മിറ്റി വ്യത്യസ്ത ടീമുകൾക്ക് എന്തുണ്ടാവും, വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് പബ്ലിക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാവാന്ന് ചില ടീമുകൾ വിചാരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ഈ വഖഫ് അമെൻമെന്റിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾ എന്തോ ഒരു വഖഫ് ബോർഡ് എന്നൊക്കെ ഉള്ളത് എന്തോ ഒരു ഭീകരരൂപമായിട്ട് സ്റ്റേറ്റ് എന്താക്കുന്നുണ്ട്. വിത്തിൻ ഇറ്റ്സെൽഫ്. വഖഫ് ബോർഡിനെ ഒരു ഭീകര രൂപയായിട്ട് എന്താക്കുന്നുണ്ട്, പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ട്. അപ്പോൾ ഇത്തരം ഡിസ്പ്യൂട്ടുകൾക്കൊക്കെ ഭയങ്കര വാർത്താമൂല്യവും ചർച്ചാ പ്രാധാന്യവും ഒക്കെ എന്താകാണ് കിട്ടിവരികയാണ്. അല്ലാതെ എല്ലാ പ്രോപ്പർട്ടിയും, ദേവസ്വം പ്രോപ്പർട്ടി ആയാലും ചർച്ച് പ്രോപ്പർട്ടി ആയാലും ഇനിയിപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും എന്തുണ്ട്, കട്ടമാനം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായിട്ടുള്ള ലീഗൽ ഡിസ്പ്യൂട്ടുകളിൽ കോടതികളിൽ നടക്കുന്നുണ്ട്. അത് കോടതികൾ പരിഹരിക്കട്ടെ. അതിൽ കോടതികളിൽ എന്താകട്ടെ, ഓരോ കക്ഷികളും തീരുമാനങ്ങൾ എന്താകട്ടെ, അവരുടേതായിട്ടുള്ള തെളിവുകളും ഇതും എന്താകട്ടെ കൊണ്ടുവെക്കട്ടെ, പരിഹരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. പക്ഷെ ഇത് ഇപ്പോൾ എന്താകുന്നത്, എല്ലാം പബ്ലിക്കിലേക്ക് വരികയും ഭയങ്കര ചർച്ച നേടുകയും ചെയ്യുന്നത് അത് ഒരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിമിത്തം പോലെ സംഭവിക്കുന്നതല്ല. അത് കൃത്യമായിട്ട് ആസൂത്രണത്തോടു കൂടി പ്രത്യേകിച്ച് അമെൻമെന്റ് ബില്ലിന്റെ പശ്ചാത്തലത്തിൽ കൂടി എന്താകുകയാണ് ഉണ്ടാകപ്പെടുന്ന ഇഷ്യൂകളാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസിന്റെ കടിയിൽ കമന്റ്സ് ഇട്ട് നോക്കിയാൽ മതി, ഇവിടെയാണ് എന്താണ് അമൻ ബില്ലിന്റെ ആവശ്യം വരുന്നത്. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സ്വത്ത്. ഈ എന്താ വിഷയം പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോ കറന്റ് ലേറ്റസ്റ്റ് ഭയങ്കര കത്തിക്കൊണ്ടിരിക്കണല്ലോ. അപ്പൊ ന്യൂസ് ചാനൽസിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, ഇതേപോലെ തന്നെ യൂട്യൂബ് ചാനൽസിൽ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള സാധനങ്ങൾ, ഇതിന്റെ തമ്മിലുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ നോക്കി. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഇത് ചില്ലറ മിസ്കൺസെപ്ഷൻ ഒന്നല്ല, അത് അതിന്റെ അപ്പുറം പോയിട്ട് ഭയങ്കര പച്ച നുണകളും പച്ച കള്ളങ്ങളും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുകൾക്കിടയിൽ ഹെയ്റ്റ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭയങ്കര ഉദ്ദേശിക്കുന്നത് അതിന്റെ നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്. ഈ മിസ്കൺസെപ്ഷൻസ് ഭയങ്കര ഇതില് ഇപ്പൊ അതിൽ തന്നെ സാധാരണ ഈ വഖഫിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്ന ആളുകൾ പോലും ഉദ്ധരിക്കാറുള്ള സാധനം എനിക്ക് കുറച്ച് ഡൗട്ടുകളാണ്. ആ ഡൗട്ട്, അതായത് വഖഫ് ഈസ് ദ 3rd ലാർജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഓണർ എന്ന് സാധാരണ പറയാറുണ്ട്. അപ്പോ ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താ? ലൈക്ക് വഖഫ് ഇത്ര ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ഭീകര രൂപം റെയിൽവേക്കും ഡിഫൻസിന് ശേഷം വഖഫ് ബോർഡും വഖഫ് കൗൺസിലൊന്നും എന്തല്ല ഓണറല്ല. ആത്യന്തികമായിട്ട് എന്താണ്, ഈ ഇന്ത്യയിലൊട്ടാകെ പല ഭാഗത്തായിട്ടുള്ള പള്ളികൾ, മദ്രസകൾ, ദർഗകൾ, മക്ബറകൾ എന്നൊക്കെ പറയുന്നത് എന്തല്ല, വഖഫ് ബോർഡിന് ആർക്കും എന്തില്ല ഓണർഷിപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുവർക്ക് വിൽക്കാനോ അല്ലെങ്കിൽ അനന്തരം എടുക്കാനോ കഴിയുന്ന ഒരു സാധനമല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചരിത്രം പറഞ്ഞല്ലോ, ഇതിന്റെ സൂപ്പർവിഷൻ ഈ മുത്തവല്ലികൾ കറക്റ്റായിട്ട് എന്താക്കുന്നുണ്ടോ, ഇത് ഇവരുടെ വാക്കിഫിനനുസരിച്ച് നിയത്തിനനുസരിച്ച് അതിന്റെ പർപ്പസിനെ നിലനിർത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ത് വഖഫ് ബോർഡും കൗൺസിലും. അതിനാൽ ഇതിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് എന്തല്ല, ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർക്ക് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും എന്താക്കാം, വിൽക്കുകയും അതിനെ അക്വയർ ചെയ്യുകയും അതിനെ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുക. അതുപോലെയുള്ള ഒരു എൻറ്റിറ്റി അല്ല വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് സർക്കാർ നാളെ വിചാരിച്ചാൽ പിരിച്ചുവിട്ട് വേറെ ഒന്നിനും എന്താക്കാം. ഇന്നലെ മിന്നാന്ന് ആന്ധ്രാപ്രദേശിൽ വഖഫ് ബോർഡിനെ അവിടുത്തെ ചന്ദ്രബാബു നായിഡു അല്ലെ നായിഡു ഗവൺമെന്റ് പിരിച്ചുവിട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അത്ര മാത്രം ഒരു ചെറിയായിട്ടുള്ള എൻറ്റിറ്റിയാണ് എന്ത് വഖഫ് ബോർഡ് എന്ന് പറയുന്നതും വഖഫ് കൗൺസിൽ എന്ന് പറയുന്നത്. അതിന്റെ ഒരേ ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ, അതിനെ സൂപ്പർവൈസ് ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താൽ. ഇനിയിപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ ഇന്ത്യയിലുള്ള മൊത്തം വഖഫ് മുതലുകൾ എടുത്താൽ എന്തോ വലിയൊരു മുതലുകൾ ഉണ്ട് എന്ന് പറയുന്നതും വളരെ ബാലിശമായിട്ടുള്ള കുപ്രചാരമാണ്. അങ്ങനെ ഒരു വലിയൊരു മുതലുകളുള്ള ഒരു സംഗതിയല്ല എന്ത് വഖഫ് എന്ന് പറയുന്നത്. അതിന് മാത്രം സ്വത്തുകളൊന്നും ആസ്തിയൊന്നുമില്ല. യഥാർത്ഥത്തിൽ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലുള്ള 2 നിലവറകൾ, ഇപ്പം തുറക്കപ്പെട്ട നിലവറകളിലുള്ള അത്ര സ്വത്ത് ഇന്ത്യയിലുള്ള മൊത്തം വഖഫിനുള്ള ആസ്തി ഇല്ല. ഇടയ്ക്ക് ഗുരുവായൂരുള്ള ദേവസ്വം ബോർഡിന്റെ ഒരു വാർഷിക വരുമാനം എന്ന് പറയുന്നത് 200 കോടിയിലധികമാണ്. ഇന്ത്യയിലുള്ള മൊത്തം വഖഫുകളുടെ വരുമാനം എന്ന് പറയുന്നത് 140 കോടിയാണ്.
അതായത് കേരളത്തിൽ 6 ദേവസ്വം ബോർഡുകളിലുണ്ട്. അതിലൊരു ദേവസ്വം ബോർഡാണെന്ത് ഗുരുവായൂരം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കൊല്ലത്തെ വരുമാനമാണ് ഈ പറയുന്നത്. അപ്പൊ ഇന്ത്യയിലുള്ള മൊത്തം വഖഫുകളുടെ വരുമാനം എന്ന് പറയുന്നത് 140 കോടിയാണ്. അതിൽ താഴെയാണ്. അപ്പൊ ഈ പറയുന്നതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ എന്തോ ഭയങ്കരമായിട്ട് കൈയടക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അങ്ങനെ ഒരു പ്രോപ്പർട്ടി മുസ്ലിങ്ങളുടെ കയ്യിലില്ല. ഇപ്പൊ അതില് പറയുന്നുണ്ട്, ആന്ധ്രയിലും തമിഴ്നാട്ടിലെയും മാത്രം അമ്പലങ്ങളുടെ കീഴിലുള്ള പ്രോപ്പർട്ടി എടുത്ത് നോക്കിയാല് അത് 9 ലക്ഷം ഏക്കറാണ്. 9 ലക്ഷം ഏക്കറാണ്. പക്ഷെ മൊത്തം ഇന്ത്യയിലെ വകുപ്പ് നോക്കി കഴിഞ്ഞാല് അതിന്റെ കീഴിലുള്ളത് വെറും 6 ലക്ഷം ഏക്കറുകളാണ്. അപ്പൊ 2 സംസ്ഥാനങ്ങളുടെ എടുത്ത് നോക്കിയാൽ തന്നെ അത് കവറായി. പക്ഷെ ഈ ഒരു ഐഡിയ ലൈക്ക് എല്ലാവരും വളരെ പൊതുവായിട്ട് സിമ്പിൾ ആയിട്ട് പറയുന്ന സാധനം. ഒന്ന് ഈ വഖഫിന്റെ കാര്യത്തിൽ ഒരു സർവേയും അതിന്റെ റെക്കോർഡുകളൊക്കെ ഉണ്ട്. എന്നാൽ ഈ ചർച്ചിന്റെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ പ്രോപ്പർട്ടിയും ഒന്നുമില്ല. അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനമോ സർവേയോ ഒന്നില്ല, നടക്കുന്നില്ല. അതിനാൽ ഡാറ്റ പബ്ലിക്കിലില്ല. അതിനാൽ ആളുകൾക്ക് എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ സുഖമാണ്. യഥാർത്ഥത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത ഒരൊറ്റ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള മാത്രം അത് പബ്ലിക്കിൽ അവൈലബിൾ ആണല്ലോ. അതൊന്ന് എടുത്തു കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ഇതിലുള്ള തെറ്റിദ്ധാരണ മാറും. ചർച്ചുകളുടെ ഒന്നും കണക്ക് നമ്മളെ കയ്യിൽ ആർക്കും ഇല്ല. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താവും, കേരളത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. എന്ത് ഞാൻ പറയുന്നത് ഇതൊന്നും തെറ്റല്ല. ഒരു സമുദായത്തിന് അവരുടേതായിട്ടുള്ള ക്ഷേത്ര സ്വത്തുകളോ അല്ലെങ്കിൽ ചർച്ച് പ്രോപ്പർട്ടികളോ ഉണ്ടാകുന്നത് തെറ്റല്ല. കാരണം അത് അവരുടെ പൂർവികരോ അല്ലെങ്കിൽ അവർ ഇക്കാലത്തോ ദാനം ചെയ്ത, അതായത് സ്വന്തം മുതലിൽ നിന്ന് ദാനം ചെയ്യുന്നതാണല്ലോ. അതിൽ എന്തില്ല, നമുക്കൊരു ഗർവോ അല്ലെങ്കിൽ അസൂയോ വേണ്ടിയില്ല. കാരണം അത് ആ സമൂഹത്തിന്റെ സർവൈവലിന് വേണ്ടിയിട്ട് എന്താകാണ് അവര് അങ്ങനെ ഉപയോഗിച്ചോട്ടെ. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താകാണ്, ഇത് മുസ്ലിങ്ങൾ എന്തോ എല്ലാവരുടെയും പിടിച്ചടക്കി ഇവിടെ വേറെന്തോ വേറൊരു സ്ഥലം ഉണ്ടാക്കുന്നു, വേറൊരു സ്റ്റേറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എന്താക്കുന്നത് പ്രചാരണം ഇവിടെ ഇന്നിപ്പോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ മൈക്ക് വഖഫാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തില് അങ്ങനെ വഖഫ് ബോർഡ് എവിടെയും ക്ലെയിം ചെയ്തില്ലല്ലോ. വഖഫ് ബോർഡും വഖഫാണെന്ന് മുസ്ലിങ്ങൾ എവിടെയും ക്ലെയിം ചെയ്തില്ലല്ലോ. അങ്ങനെ ക്ലെയിം ചെയ്യുന്ന ആരാളുള്ള സമ്പൽ ഇഷ്യൂല് കണ്ടല്ലോ. ഒരിപ്പോ അജ്മീർ ഇത് ക്ഷേത്രമാണെന്ന് പറയുന്നു. ഇപ്പം ജമാ മസ്ജിദ് ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ജമാ മസ്ജിദാണ്. അങ്ങനെ തോന്നും പോലെ പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്നുള്ളത് കണ്ണ് തുറന്ന് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഈ പ്രോപ്പഗണ്ട എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രശ്നമല്ല. അത് ബോധപൂർവമായിട്ട് അതിനെന്താക്കാണ്, അത് ഒരു കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഒരു അവരെ നിലനിൽപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു ഐഡിയോളജിക്കൽ പൊസിഷനാണ്. അതിനാൽ കേവലമായിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ല. നമുക്ക് എന്ത് തന്നെ കേട്ടാലും ചർച്ചിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഇത് കേട്ടാലും നമ്മളത് അപ്പയുടെ വിണങ്ങുന്നുണ്ടോ? നമ്മളത് സാമാന്യം പരിശോധിക്കുകയും അതിലുള്ള സത്യാവസ്ഥ നോക്കുകയും ചെയ്യില്ലേ? പക്ഷെ ഈ പ്രൊപ്പഗണ്ട മീഡിയ വർക്ക് ചെയ്യുന്നത്, അതായത് ഒരാളിങ്ങനെ നടക്കാണ്, അപ്പൊ നടന്നപ്പോ അവിടെ വഴിയിൽ ഇങ്ങനെ നല്ല കളച്ച് വെക്കുന്ന പറമ്പുണ്ട്. ആ പറമ്പിലേക്ക് വിരൽ ചൂണ്ടി, അപ്പൊ ആ പറമ്പ് വഖഫ് പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞാൽ അത് വഖഫ് പ്രോപ്പർട്ടിയാണ്. ഇവിടുത്തെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയെ എന്താണ് ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമല്ലേ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടെന്ന ഒരു രാജ്യം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു നിയമവ്യവസ്ഥയും അവിടെയുള്ള പ്രോപ്പർട്ടീൻ്റെ മേലുള്ള കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവുന്നതോടുകൂടിയല്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഈ ജുഡീഷ്യറിയൊക്കെ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ജുഡീഷ്യറിയൊക്കെ ഇതിൻ്റെ ആ പൗരൻ്റെ പ്രോപ്പർട്ടിയും അതുപോലെ തന്നെ മറ്റ് അവകാശങ്ങളൊക്കെ വകവെച്ച് കൊടുക്കാനും സംരക്ഷിക്കാനാണ് ഉണ്ടാകുന്നത്. ഇങ്ങനെ ആരെങ്കിലും ചൂണ്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വഖഫാകാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിനെ കുറിച്ച് ഒരു ധാരണയില്ല. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിനെയും നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഭീകര സംഭവം. ഇത് 1-2 യൂട്യൂബ് ചാനൽസ് ഒന്നല്ല, അല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതായിട്ട ഈ നിയമവ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് കാലം മുതൽ ഉണ്ടായി വന്നിട്ടുള്ളതും ഇവിടെയുള്ള എല്ലാവരും ഇവിടെയുള്ള എല്ലാ മതസ്ഥരായിട്ടുള്ള ജഡ്ജിമാരും ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥയല്ലേ. മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഞാൻ ചോദിക്കാം ലാസ്റ്റ് ആയിട്ട്, ലൈക്ക് ഇതിപ്പോ ഈ ഇഷ്യൂസ് മൊത്തം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുനമ്പം ഫറൂഖിലെ ഇഷ്യൂല് പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇപ്പൊ കമ്മ്യൂണിറ്റീന്റെ അകത്ത് തന്നെ പലരും പറയുന്നുണ്ട് ഇതൊരു ലീഗൽ ഡിസ്പ്യൂട്ട് ഇഷ്യൂ ആണ്. പക്ഷെ ഇവിടെ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനി ഈ വഖഫ് ഒന്നും ഇങ്ങനെ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, അത് അതിന്റെ ആവശ്യക്കാരെ ഒരാണെങ്കിൽ അവർക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അതായത് മൊത്തം കമ്മ്യൂണിറ്റി എന്ത് പൊസിഷൻ ആയിരിക്കും ഇതിലെടുക്കുന്നത്? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ലൈക്ക് എന്തായിരിക്കും ഈ വഖഫ് പ്രോപ്പർട്ടി ഇപ്പൊ കുറെ അന്യാധീനപ്പെട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഈ എൻക്രോച്ച്മെന്റുകളോട് നമ്മൾ കാണിക്കേണ്ട ഒരു സമീപനം എന്തായിരിക്കും? ലൈക്ക്
എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിതിൽ ശരിയുണ്ടല്ലോ. ശരീഅത്തിന് അതിൽ കൃത്യമായിട്ടുള്ള ഒരു നമ്മളുടെ ധാർമ്മിക വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് എന്താണ്? ശരീഅത്താണ്. അപ്പോൾ അതിനാൽ തന്നെ ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർട്ടി എന്നുള്ളത് എന്താണ്, നമുക്ക് ആരുടെയും എടുക്കാൻ പറ്റില്ല. കട്ട കൈവെട്ടണം എന്ന് പറയുന്നതാണ് എന്ത് യഥാർത്ഥത്തിൽ ശരീഅത്ത്. അതായത് അത്രയും അധാർമികമായിട്ടുള്ളതാണ് മറ്റൊരാളുടെ പ്രോപ്പർട്ടി അപഹരിക്കുക എന്ന് പറയുന്നത്. നമ്മൾ അതിനാൽ തന്നെ അത് നമ്മൾ ഒരിക്കലും എന്താക്കുന്നില്ല, ഒരാളുടെ ഒരു മോഷണത്തിന് നമുക്ക് ഒരു ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരിക്കലും എന്താക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. അതേപോലെ തന്നെ എന്തുണ്ട്, ഒരാളുടെ പ്രോപ്പർട്ടി, അതായത് ഒരാൾ ദാനം ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി അതിൻ്റെ ഒരു സൽക്രമത്തിനാണല്ലോ. അത് നിലനിർത്തുക എന്ന് പറയുന്നത് എന്താണ്, അതിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക, അതല്ലെങ്കിൽ അതുപോലെ തന്നെ നിലനിൽക്കുക എന്ന് പറയുന്നത് എന്താണ്, ആ പ്രോപ്പർട്ടിയോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയാണ്. അതിലൂടെയാണ് എന്താക്കുന്നത്, ആ ഒരു സമൂഹം, മുസ്ലിം സമൂഹവും നിലനിൽക്കുന്നത്, അവരുടെ പൊതു നന്മകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ആ ഒരു നിലക്ക് അതിനോടുള്ള ഒരു കൂറ് കാണിക്കുക എന്ന് പറയുന്ന ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് എന്താണ്, എല്ലാവരുടെയും ബാധ്യതയാണ്, മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അത് എന്തില്ല, അനർഹമായിട്ടുള്ള ഒരു എന്തല്ല, ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടല്ല എന്താകുന്നത്, നമ്മളെ ഒരു ശരിയായ പൊസിഷനിൽ നിൽക്കുന്നത്. അത് ആ ശരിയാ പൊസിഷന്റെ അപ്പുറം ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് ഇവിടെ വീട് വെച്ച് താമസിക്കുന്നവർക്ക് കൊടുക്കേണ്ട ഒരു മാനവിക ഒരു അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വഖഫ് സംരക്ഷണ കമ്മിറ്റി അവരാണ് എന്താകുന്നത്, ഇതിൽ കേസിന് പോകുന്നത്, മുനമ്പത്തിന്റെ കേസ് നടത്തുന്നതും കാര്യങ്ങളൊക്കെ. അവരുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവർ ഫിഖിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൽ പിന്നെ മുനമ്പത്ത് സേട്ട് വഖഫാക്കുമ്പോൾ അതിൽ താമസിച്ചിരുന്ന, അതായത് അതിൽ കുടിയേറി പാർത്തിരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ആ സ്ഥലം കൊടുക്കണം എന്നുള്ളത് എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്നാണ്. കാരണം അതിനൊരു സംഗതിയുണ്ട്. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫ് പിന്നെ നിയമപ്രകാരം എന്താണ്, വഖഫ് ആക്കിയാൽ പോരാ, അതങ്ങ് ട്രാൻസ്ഫർ ചെയ്യാൻ. ആ പൊസഷൻ കൈമാറുമ്പോൾ എന്താണ്, പൂർണ്ണമായിട്ടും കൈമാറാൻ നടത്തുക, അതായത് അവിടെ ഒഴിപ്പിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് എന്താകുന്നത്, അതിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കുന്നത്. അതിനാൽ തന്നെ ആരെങ്കിലും അതിന് മുമ്പുണ്ടായിരുന്നെങ്കിൽ, അതായത് ചിലപ്പോൾ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളൊക്കെ വളരെ മുമ്പേ അവിടെ എന്തായിട്ടുണ്ടാകുന്നില്ല, പാർത്ത് വരികയും അവിടെ കുടിയേറ്റക്കാരായിട്ട് മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിപ്പിക്കരുത് എന്നുള്ളതാണ് വഖഫ് സംരക്ഷണ കമ്മിറ്റി പറയുന്നത്. അവർ പറയുന്നത്, അവർ ഫിഖിനനുസരിച്ചാണ് അത് പറയുന്നതെന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒരു വിഷയമായിട്ടല്ല റെഡിക്ക് മുനമ്പം വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ ലേറ്റർ ആയിട്ടുള്ള 90കളിലൊക്കെയുള്ള പുതിയ വന്നിട്ടുള്ള റിസോർട്ടുകളും ഇവരൊക്കെയാണ് എന്താക്കുന്നത്, ഈ പ്രോപ്പർട്ടി ക്ലെയിം കയ്യേറിയിട്ടുണ്ടായിരിക്കുന്നത്. അവരെ അവിടെ തന്നെ വിന്യസിപ്പിക്കണം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കാരണം അതിൻ്റെ ഒരു സെയില് നടക്കുന്നത്, അന്യാധീനം നടക്കുന്നതിന് എന്താണ്, ബാക്കിയുള്ള എല്ലാ വഖഫിലുള്ള അന്യാധീനത്തിനും ന്യായമാവൂലേ അങ്ങനെ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിയമപരമായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മൊറലി ആയിട്ടുള്ള പൊസിഷൻ കൂടിയാണ്. ഒരാളുടെ ഒരു ട്രസ്റ്റ് പ്രോപ്പർട്ടി, ഇനിയിപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ചാരിറ്റബിൾ ആയിട്ടുള്ള പബ്ലിക് ബെനിഫിറ്റ്, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫറൂഖ് കോളേജിലുള്ള ഒരു പൊതു നന്മക്ക് വേണ്ടിയിട്ടുള്ള, ഒരു പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഖഫാണല്ലോ അത്. അപ്പോൾ ആ ഒരു വഖഫിൻ്റെ ഒരു അതേപോലെ ബെനിഫിറ്റ് ഉള്ള ഒരുപാട് ചാരിറ്റബിൾ പ്രോപ്പർട്ടീസ് ഇന്ത്യയിലുണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാ കേസുകളിലും നിലപാടെടുക്കാൻ കഴിയുമോ? അങ്ങനെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആരെങ്കിലും പിന്നെ സെയിൽ നടത്തി അന്യാധീനപ്പെടുത്തി, അപ്പോൾ ആ പ്രോപ്പർട്ടി അവരെടുത്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോപ്പർട്ടി, അതായത് ട്രസ്റ്റ് പ്രോപ്പർട്ടി സംരക്ഷണം എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിനെ തന്നെ കളങ്കം വരുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കിനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കോ നിനക്കോ മാത്രമുള്ള ഞാൻ ഫറൂഖ് കോളേജിൽ പഠിച്ചാണ്, എനിക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയുള്ള സമൂഹത്തിനും കിട്ടേണ്ടതാണ്, ഇനിയുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പബ്ലിക്, അതായത് മൊത്തം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമല്ലേ. അപ്പോൾ ആ ആവശ്യത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് നിയമം എന്ന് പറയുന്നത്. അതിനെന്താക്കരുത്, വിറ്റ് കളയരുത്, അതിനെന്താക്കരുത്, മിസ്മാനേജ്മെൻറ്റ് ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് നിയമപരമായിട്ടുള്ള പൊസിഷൻ തന്നെയാണ് എന്താക്കാൻ കഴിയുള്ളൂ, നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു എക്സെപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, അതിൽ നമുക്ക് എന്താക്കാൻ കഴിയില്ല. കാരണം ആ പ്രോപ്പർട്ടി എന്നുള്ളത് സേട്ടിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം സേട്ട് കുടുംബം എന്താണ് പറയുന്നത്, അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് മാത്രമാണ്. ഞാനും നീയൊക്കെ ഫറൂഖ് കോളേജിൽ പഠിക്കുക എന്നുള്ളത് മാത്രമല്ലാണ്ട് അതിൻ്റെ പിന്നെ വാക്കിഫും അവരുടെ ലീഗൽ ഏസും പറയുന്നത് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്നുള്ളതാണ്. അത് അവരുടെ പ്രോപ്പർട്ടിയാണ്, അവർ കൊടുത്തതാണ്, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ
എന്നുള്ളത്, അവരെ പിന്തുണക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ന്യായം. കാരണം ഒരു ബെനിഫിഷ്യറി, അതായത് അതിൻ്റെ മക്കോഫ് ഇലയി എന്നുള്ള നിലക്ക് നമുക്കും എന്താക്കാൻ കഴിയുക, അത് ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഉപകാരം കിട്ടട്ടെ, അതിൻ്റെതായിട്ടുള്ള ആ ഒരു നീയത്ത് എന്താകട്ടെ, സേട്ടിൻ്റെ സാലിയായിട്ടുള്ള ഒരു നീയത്ത് എന്താകട്ടെ, സർവൈവ് ചെയ്യട്ടെ എന്നുള്ളത് മാത്രമാണ് എല്ലാ വഖഫിൻ്റെ കാര്യത്തിലും നമുക്ക് പറയാൻ കഴിയുക. അതിനാൽ തന്നെ മുനമ്പ വഖഫിൻ്റെ കാര്യത്തിലും നമുക്ക് പറയാൻ കഴിയുക. ഈ ആഗോളതലത്തിൽ തന്നെ ഈ റിവൈവൽ ഓഫ് വഖഫ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഭയങ്കര അധികം ഇപ്പൊ ആഗോള പണ്ഡിതന്മാരാണെങ്കിലും ഇപ്പൊ ഇങ്ങനെ അപാകതകൾ വന്നു പോയിട്ടുള്ള, അന്യാധീനപ്പെട്ടു പോയിട്ടുള്ള വഖഫുകളൊക്കെ തിരിച്ചു പിടിക്കണം. അത് ഈ ഉമ്മത്തിന്റെ ആവശ്യമാണ്, കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ് എന്നുള്ള നിലക്ക് പല നിലക്കുള്ളത് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പൊ ഈ സെൻസിലും നമ്മൾ ഇപ്പൊ ഇന്ത്യയിൽ ആലോചിച്ച് നോക്കുമ്പോഴും അതിനൊക്കെ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കണം. അപ്പൊ വഖഫ് എന്നുള്ള ഞാൻ പറയുന്ന വഖഫ് എന്നുള്ള ഒരു സങ്കല്പത്തിനെ കുറച്ചും കൂടി മുസ്ലിം സമൂഹത്തിനെ എന്താകാം, അതിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ ഒരു മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നിലനിൽക്കാനും അതിനെ ഒരു വികാസം പ്രാപിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പലതരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, പലതരം ക്രിയാത്മകമായിട്ടുള്ള ഐഡിയകൾ വഖഫിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതിൻ്റെ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പല കാലങ്ങളിൽ പല സന്ദർഭങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാലഘട്ടത്തിലും എന്താകാം, വഖഫ് എന്നുള്ളത് എന്താകാം, കമ്മ്യൂണിറ്റിക്ക് വളരെ ഉപകാരപ്പെടുന്ന നിലയിൽ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനും അതുപോലെ തന്നെ പൊതുനന്മകൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താകാം, പല നിലക്ക് ഉപകാരപ്പെടുന്നതിൽ ആ ഐഡിയനെ എന്താക്കാം, പലതരത്തിൽ റിവൈവ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ ഈ സച്ചർ കമ്മിറ്റിയിലൊക്കെ പറയുന്ന ഒരുപാട് എന്താക്കുന്നുണ്ട്, അന്യാധീനപ്പെട്ടിട്ടുള്ള വഖഫ് ലാൻഡ് റെക്കോർഡ്സുകളിൽ വഖഫാക്കപ്പെട്ടിട്ട് കൃത്യമായിട്ട് ഗവൺമെൻറ് റെക്കോർഡുകളിൽ വഖഫായിട്ടും അത് പലരും കൈയടക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്താക്കണം, അത് പിരിച്ചു പിടിക്കുകയും അതിൻ്റെ പർപ്പസിന് വേണ്ടി എന്താക്കുകയും ചെയ്യണം. ഏത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അത് നിലനിർത്തിയിട്ടുള്ളത്, അതായത് ജമാ മസ്ജിദിൻ്റെ അതിൻ്റെ ഒരു മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്കൂളിന് വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മദ്രസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, ആ ഒരു അന്യാധീനപ്പെട്ട പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കുകയും അതിൻ്റെ ആ ഒരു നന്മ എന്താക്കുകയും ചെയ്യണം, നിലനിർത്തുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പൊസിഷനും അത് തന്നെയാണ് ഒരു എത്തിക്കലായിട്ടുള്ള പൊസിഷനും. അതോടുകൂടിയാണ് എന്താകുന്നത്, ഇവിടെയുള്ള പൊതു നന്മകൾ പരിപോഷിക്കാൻ കഴിയുക. അപ്പോൾ അതിൽ തന്നെ പുതിയ ഐഡിയകളും എന്താക്കാം, വഖഫ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പഴയ ഒരു അതായത് ഇപ്പോൾ ഞാനൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മീഡിയ എന്നൊക്കെ പറയുന്നത് ആധുനിക കാലത്ത് വളരെ ഇപ്പോൾ പറഞ്ഞല്ലോ, വഖഫിനെ കുറിച്ച് തന്നെ വളരെയധികം കുപ്രചാരങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ മീഡിയ പോലുള്ള ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വഖഫുകൾ പുതിയ തരത്തിൽ അത് വഖഫുകളെ വിഭാവന ചെയ്തുകൂടെ, അല്ലെങ്കിൽ പുതിയ വഖഫുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൂടെ എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ എന്താക്കാം, കാരണം ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തമായിട്ടുള്ള പർപ്പസുകളായിരിക്കും എന്താക്കാം. ചില പർപ്പസുകൾ എല്ലാ കാലത്തും ഉള്ളതായിരിക്കും, അതായത് ഒരാൾ മരിച്ചാൽ കബറെടുക്കുക എന്നുള്ളത് എല്ലാ കാലത്തുള്ള വേണ്ടപ്പെട്ട പർപ്പസാണ്. നിസ്കരിക്കുക എന്നുള്ളത് വേണ്ടപ്പെട്ട പർപ്പസാണ്. അതായത് മതപഠനം, അതുപോലെ തന്നെ ഫിഖ് പഠിക്കുക എന്നൊക്കെയുള്ള മദ്രസകൾ ഉണ്ടാകുക എന്നുള്ളത് എന്താണ്, എല്ലാ കാലത്തും വേണ്ട പർപ്പസാണ്. അതേപോലെ തന്നെ ചില പർപ്പസുകൾ എന്തുണ്ടാവും, പുതുതായിട്ട് ഉടലെടുക്കും. ആ നിലക്ക് എന്തുണ്ടാകേണ്ടി വരും, പുതിയ തരം വഖഫുകൾ എന്താകേണ്ടി വരും. അതിനെ വഖഫിൻ്റെ ഉള്ളിലേക്ക് പുതിയ തരം പർപ്പസുകളെ കൂടി എന്താകുന്നുണ്ട്, നമ്മൾ കൂടിച്ചേർക്കേണ്ടതായിട്ടുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതിന്റെ ഒരു അസ്ഹർ കൈറോ യൂണിവേഴ്സിറ്റി, അസ്ഹർ മൊത്തം വരുന്നത് വഖഫിലൂടെയാണ്. അതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റികളൊക്കെ എടുത്തു നോക്കുമ്പോൾ മുസ്ലിങ്ങൾ മാത്രല്ല ഇതിന്റെ ബെനിഫിഷ്യറീസ്, സമൂഹം മൊത്തം ഉണ്ട്. ഇപ്പം അതായത് വഖഫിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി, അതായത് ഇപ്പം ഫറൂഖ് കോളേജിന് മുനമ്പത്ത് ഒരു ഭൂമി കൊടുത്തെന്ന് പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ആ ഒരു മദ്ഹബുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ വഖഫിന്റെയും അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി, അതായത് ഇപ്പം ഫറൂഖ് കോളേജ് ഒന്നും ഇല്ലാതായി, ആ വിദ്യാഭ്യാസം എന്നുള്ള പർപ്പസ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അത് പോവേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ്, പാവങ്ങൾക്കാണ്. സമൂഹത്തിലെ പാവങ്ങളാണ് യഥാർത്ഥത്തിൽ എല്ലാ ദാനങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള അവകാശികൾ എന്നുള്ളതാണ് മദ്ഹബിൽ പറയുന്നത്. അപ്പോൾ ആ നിലക്ക് എല്ലാം വഖഫുകൾ എന്താണ്, അത് സമൂഹത്തിലുള്ള ഏറ്റവും അടിത്തട്ടിലുള്ളവർക്കും അതുപോലെ തന്നെ പൊതു നന്മകൾക്കും വേണ്ടിയിട്ടാണ് എന്താകുന്നത്, ഉപകാരപ്പെടേണ്ടത്. ഞാൻ പറഞ്ഞത് നേരത്തെ വഖഫുൽ ഔലാദ് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളുടെ ബെനിഫിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാവങ്ങളിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് എന്താകുന്നത് മദ്ഹബുകൾ നിർദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ വഖഫ് എന്ന് പറയുന്നത് അത് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, അത് ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു ലോക കാഴ്ചപ്പാടുണ്ടല്ലോ, അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ള ഒരു ഐഡിയയിലാണ് എന്താകുന്നത്
വഖഫ് ആകുന്നത്. അതിനാൽ തന്നെ വഖഫ് എന്നുള്ളത് മറ്റു സമൂഹങ്ങളും എന്താക്കിയിട്ടുണ്ട്, മുസ്ലിങ്ങളുടെ പല കോണ്ടസ്റ്റുകളിലും എന്താക്കിയിട്ടുണ്ട്, അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും എന്താകാം അതിൽ ഭാഗവാക്കുകയും അവരുടേതായിട്ടുള്ള നന്മകൾ എന്താക്കുകയും ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം. ഈ വഖഫ് എന്ന് പറയുന്ന സിസ്റ്റം തന്നെ മറ്റ് സമൂഹങ്ങളിലും കാണാനും കഴിയും. ഇപ്പോൾ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയാണ് യേൽ യൂണിവേഴ്സിറ്റി. ഓര് ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് യേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മൂപ്പര് കൊടുത്തിട്ടുള്ള ഒരു എൻഡോവ്മെന്റിന്റെ ബിഗിനിങ്, അതാണ് അതിന്റെ ബിഗിനിങ് എന്ന് പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സികൾ കൊടുക്കല്, ആ ഗിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ അതിനു വേണ്ടി കൊടുക്കുക. അപ്പൊ അത് കൊടുത്ത ആ ഒരു കാരണത്താലാണ് ആ യൂണിവേഴ്സിറ്റിക്ക് ഈ പേര് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ യേൽ യൂണിവേഴ്സിറ്റി, അപ്പൊ യേൽ യൂണിവേഴ്സിറ്റിന്റെ ഇന്നത്തെ ഒരു അസറ്റ് അല്ലെങ്കിൽ ആസ്തി കണക്ക് കൂട്ടിയാൽ ഒരു 30 ബില്യൺ തരത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അങ്ങനെ ഉണ്ട്. അപ്പൊ അതൊരു വലിയ കാഴ്ചപ്പാടാണ് അയാൾ കൊടുത്തു. അത് അതായത് മുസ്ലിം സമൂഹങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ സമൂഹങ്ങളുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച് ഒരുപാട് ആളുകൾ പഠനം നടത്തിയിട്ടുണ്ട്. ജോർജ് മക്ജേസി അതുപോലെയുള്ള ആളുകൾക്ക്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇസ്ലാമിക നാഗരികതയിൽ നിന്ന് വെസ്റ്റിലേക്ക് പിന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് ഈ എൻഡോവ്മെന്റ്സ് അല്ലെങ്കിൽ വഖഫ് ആണെന്ന് പറയുന്നത്. അതായത് ഈ ഓക്സ്ഫോർഡ് കോളേജിലുള്ള ഈ മർട്ടൺ എൻഡോവ്മെന്റ് എന്ന് പറഞ്ഞിട്ട്, മർട്ടൺ കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻഡോവ്മെന്റ് ഉണ്ട്. അപ്പോൾ അത് 12 അതായത് ക്രൂസൈഡ്സിന്റെ കുരിശ് യുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടുള്ള ആദ്യത്തെ ട്രസ്റ്റുകളാണ്. ട്രസ്റ്റ് എന്നുള്ള ഐഡിയ യഥാർത്ഥത്തിൽ വരുന്നത് ഈ ഒരു ട്രസ്റ്റ് ഡീലിനെ പരിശോധിച്ചുകൊണ്ട് പല ഹിസ്റ്റോറിയന്മാരും പറയുന്നുണ്ട്, എന്ത് ട്രസ്റ്റ് എന്നുള്ള ഐഡിയ യൂറോപ്യൻ സമൂഹത്തിലേക്ക് വരുന്നത് എന്താണ്, വഖഫിൽ നിന്ന് കടം കൊണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആ ഒരു ഐഡിയ എന്ന് പറയുന്നത്, വഖഫ് എന്നുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇന്ന് പലതരത്തിൽ എന്തുണ്ട്, അതിന് പല വേർഷൻസ് ഉണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ നിന്ന് എന്താക്കുന്നുണ്ട്, യൂറോപ്യൻ സമൂഹം പോയിട്ട് എന്താക്കുന്നുണ്ട്, കടം കൊള്ളുന്നുണ്ട് എന്നുള്ളത് ചരിത്രം വായിക്കുമ്പോൾ, മഖ്ദീസിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അത്രയും സാധ്യതയും ഭയങ്കര വിഷണറി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ വഖഫിനെ കുറിച്ച് ഇപ്പൊ പഠിക്കാൻ സാധ്യത കിട്ടിയത് ഇങ്ങനെ ഒരു വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ളതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു സെഷനാണ് കിട്ടിയത്. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു സെഷൻ.